ഓക്കെ, തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം മേഖലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 9 മുതൽ തുടങ്ങിയ ദേവി ഭാഗവത മൂലഗ്രന്ഥത്തിന്റെ പാരായണ പ്രഭാഷണത്തിൽ ഇതുവരെ വളരെ പ്രഗത്ഭരായ ഒട്ടനവധി പേരുടെ സാന്നിധ്യം കൊണ്ട് ഈ വേദി ധന്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ മെയ് 29 മുതൽ ജൂൺ 2 വരെ, അതായത് ഇന്ന് വരെ 5 ദിവസം നമ്മുടെ അന്തർജന സഭയുടെ നേതൃത്വത്തിലാണ് നടത്തിവരുന്നത്. കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയട്ടെ. നമ്മുടെ അന്തർജന സഭയില് അറിയാൻ താല്പര്യവുമുള്ള ഒട്ടനവധി വ്യക്തികളുടെ ഒരു ഭണ്ഡാരമാണ് നമ്മുടെ അന്തർജന സഭ. അപ്പോ നമുക്ക് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ചെയ്യാൻ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഓരോ വ്യക്തികളും, താല്പര്യമുള്ള ഓരോരുത്തരും സന്തോഷത്തോടെ മുന്നോട്ട് വരണം എന്നുകൂടി ഇപ്പോൾ ഈ നിറഞ്ഞ വേദിയിൽ പറഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് ആവുമ്പോഴേക്കും എല്ലാവരും പോകും. അതുകൊണ്ടാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും, നമുക്ക് പല കാര്യങ്ങളും ഈ അന്തർജന സഭയുടെ കീഴിൽ ചെയ്തു തീർക്കാനുണ്ട്. അതിനുവേണ്ടി ഓരോരുത്തരും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചടങ്ങിലേക്ക് കടക്കാം. ആദ്യമായി പ്രാർത്ഥനയ്ക്ക് നമ്മുടെ തൃപ്പൂണിത്തുറ വടക്കും ഭാഗത്തെ സഹോദരങ്ങളായ ശശിയുടെയും നാരായണന്റെയും കുട്ടികള്, വടക്കും ഭാഗം ദേവി വടക്കും ഭാഗം, ഭദ്ര വടക്കും ഭാഗം കുട്ടികളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നാരായണം നമസ്തുഭ്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വളരെ സന്തോഷം കുട്ടികളെ. അടുത്തത് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അന്തർജന സഭയിലെ ഉത്സാഹിയും തിരുവാതിരപ്പാട്ടുകൾ, കവിതകൾ എന്നിവയുടെ രചയിതാവുമായ ശ്രീമതി ശ്രീലതയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയകുമാർ, അന്തർജന സഭയിലെ ഉള്ളതാണ്. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രവും അന്തർജന സഭയും സംയുക്തമായി ഈ വൈശാഖ മാസത്തിൽ ദേവി ഭാഗവതത്തെക്കുറിച്ച് ഓരോ അധ്യായങ്ങൾ പാരായണം ചെയ്തും പ്രഭാഷണങ്ങൾ പറഞ്ഞും നമുക്ക് അറിവ് പകർന്നു നൽകുന്ന ഈ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രാർത്ഥന ചൊല്ലിയ ദേവി, ഭദ്ര, വടക്കം ഭാഗം എന്നിവർക്ക് സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. കൃതജ്ഞത പറയുന്ന ശ്രീകലർഷിക്കും സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരുത്തുറ്റ കരങ്ങളായ വത്സല പണിക്കത്ത്, ശ്രീരാമേട്ടൻ എന്നിവർക്കും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇതിൽ പങ്കെടുത്ത് ഭാഗ്യം കൈവരിക്കാൻ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമുക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥി ദ്രൗപദി എന്ന പേരുള്ള ഉഷ കെ നമ്പൂതിരിയാണ് നമുക്കിവിടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ കുറിച്ച് ചെറിയ ഒരു പരിചയപ്പെടുത്തൽ. ചെറിയ കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത്, എന്നാലും നമുക്ക് ചെറിയ തോതിൽ നമുക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഉഷയുടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. തിരുവല്ല തെക്കേ തോട്ടാശ്ശേരിയിലത്ത് കെ ഗോവിന്ദൻ നമ്പൂതിരിയുടെയും സുഭദ്ര അന്തർജനത്തിന്റെയും മകളായി 1962 ആഗസ്റ്റ് 15 കർക്കിടകത്തിലെ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചു. കടശ്ര ശ്രീ നീലമന ഇല്ലത്ത് പരേതനായ കേശവൻ നമ്പൂതിരിയാണ് ഭർത്താവ്. ഇന്ത്യൻ എക്സ്പ്രസിലായിരുന്നു ജോലി.
അച്ഛന്റെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് സ്വന്തം ഇല്ലത്ത് നടത്തിയ ശ്രീമദ് ഭാഗവത സപ്താഹത്തിലൂടെ ഭാഗവത കോകിലം വെൺമണി കൃഷ്ണൻ നമ്പൂതിരിയുടെയും രാധാ നമ്പൂതിരിയുടെയും കൂടെ ഭാഗവതത്തിലേക്ക് താല്പര്യമുണ്ടാവുകയും ഭർത്താവിനോടൊപ്പം ധാരാളം സപ്താഹ ശ്രവണ ഭാഗ്യവും അതിലൂടെ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളിലും ഒന്നിച്ച് ഭാഗവത ഉപാസന നടത്താനും ഭഗവത് അനുഗ്രഹത്താൽ സാധിച്ചു. ഗുരുവായൂരപ്പനിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും സപ്താഹങ്ങളിലൂടെയും കിട്ടിയ അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ട് മട്ടാഞ്ചേരിയിൽ 2ാമത്തെ മകനോടൊപ്പം താമസിക്കുന്നു. തുളസിപ്പൂവ് എന്ന പുതിയ ചാനലിലൂടെ ശ്രീമദ് ഭാഗവത ക്ലാസ് നടന്നു വരുന്നു. ജ്യോതിഷ വാർത്താ ചാനലിലൂടെ പ്രഭാഷണം ചെയ്യുന്നു. ദേവി ഭാഗവതം കിളിപ്പാട്ട് കൈകാര്യം ചെയ്യുന്നു. ഭഗവാന്റെ ഇച്ഛ കൊണ്ട് എന്ന് എളിമയോടെ പറയുന്ന ഉഷയടത്തി ഭാഗവത ക്ലാസുകൾ, സപ്താഹങ്ങൾ എല്ലാം ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു എന്ന് താഴ്മയോടെ പറയുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഉഷയടത്തിയെ ഞങ്ങളുടെ ഈ നിറഞ്ഞ സദസ്സിലേക്ക് ഞങ്ങൾക്ക് അറിവ് പകർന്നു തരാനും ഞങ്ങളോടൊപ്പം കുറച്ചു നിമിഷം ചെലവഴിക്കാനും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു ഉഷയടത്തി. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. അഖില ഭാരത തന്ത്രി സമാജം ഉത്തരമേഖലയും അന്തർജന സഭയും ചേർന്ന് നടത്തുന്ന ഈ വൈശാഖ പ്രഭാഷണ പരമ്പരയില് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. അതോടൊപ്പം വാത്സല്യനിധിയായ വത്സലയിടത്തിയുടെ ഒരു പ്രത്യേക സാന്നിധ്യം അല്ലെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്. അതുപോലെ രാമേട്ടൻ എത്രയോ നല്ല കാര്യങ്ങൾ ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ, പൂജാ പഠന ക്ലാസ് ഉൾപ്പെടെ, അതുപോലെ വൈശാഖ മാഹാത്മ്യ കിളിപ്പാട്ട് പാരായണം എന്ന് വേണ്ട ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആ ശ്രീരാമേട്ടനും വത്സലയിടത്തിയോടൊപ്പം തന്നെ സ്മരിക്കുന്ന ഒരു വ്യക്തിയാണ് നിർമ്മലയിടത്തി. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു ഭാഗവതം ഇതുപോലെയുള്ള ഒരു വെബിനാറിലൂടെയാണ് നമുക്ക് നിർമ്മലയിടത്തിയെ പരിചയപ്പെടാൻ സാധിച്ചത്. ഇപ്പൊ US മോളോടൊപ്പമാണ്. ആ നിർമ്മലയിടത്തിയുടെ പാതാരവിന്ദങ്ങളിലും സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കളുടെ പാതാരവിന്ദങ്ങളില് ഒരു പരമ്പരകളുടെ പിതൃക്കളുടെ മാതാപിതാക്കളുടെ എല്ലാ ഈ ആത്മീയതയിലേക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ സുഹൃതികളായ പുണ്യാത്മാക്കൾക്കും ഇത് ശ്രവിക്കാനെത്തിയ എല്ലാവർക്കും വിനീതമായ നമസ്കാരം പറഞ്ഞുകൊണ്ട് അമ്മേ നാരായണ തൊഴാം, ദേവി നാരായണ തൊഴാം, ലക്ഷ്മി നാരായണ തൊഴാം, ഭദ്രേ കൈ തൊഴാം, ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിധം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അൻപാർന്നങ്കത്തിലേറ്റി പരിചൊടുമുലയൂട്ടും മാതാവിനെ തൻ കൊമ്പിന്തുമ്പാൽ ചൊറിഞ്ഞും തിരുമുടിയിൽ വിളങ്ങുന്ന മുക്തേന്ദുകണ്ഠം തുമ്പിക്കയ്യാൽ മന്ദം തടവിയും അഗജാ ശങ്കരപ്പുള്ളിലൊപ്പം സമ്പുല്ലാനന്ദമേകും ശിശുഗജവദനന്നെ കണം വിഘ്നമെല്ലാം. അനന്യത്രാണേയ പ്രവണഹൃദേ ദേവി നിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണ ഭക്തിം ച വിനയം അസൂയാ മത്സര്യാ അനുപമനോ രോഗശമന പ്രവീണാം വാണിം സൽപ്രകര പരമാഹ്ലാദ ജനനീം ശ്രീ ജഗദാംബിയായേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദുർഗേ സ്മൃതാഹരസി ഭീതിമശേഷജന്തോ സ്വസ്തേ സ്മൃതാമതിമതീവ ശുഭാം ദദാസി. ദാരിദ്ര്യ ദുഃഖ ഭയകാരിണി പാത്വതന്യാ സർവോപകാരകരണായ സദാഗ്രജിത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മള് ശ്രീമദ് ദേവി ഭാഗവതത്തിൽ നവമസ്കന്ധം അധ്യായം 40 മുതൽ 50 വരെയുള്ള 10 അധ്യായങ്ങളാണ് നമുക്ക് സ്മരിക്കാനുള്ളത്. ഇന്നലെ നമ്മൾ കണ്ടു വളരെ പണ്ഡിതനായ ഡോക്ടർ വാസുദേവൻ നമ്പൂതിരി സാവിത്രി ഉപാഖ്യാനത്തിലൂടെ കർമ്മവിഭാഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. വളരെ തത്വചിന്തയോടുകൂടി പറഞ്ഞു. യമധർമ്മ രാജാവിന്റെ അനുഗ്രഹമൊക്കെ കിട്ടി സതീദേവി ഇതാ ഭർത്താവിനെയും കൂട്ടി ഭവനത്തിലേക്ക് പോകുന്നതും
വരങ്ങളെല്ലാം അല്ലെ ശ്വശ്വരന് കാഴ്ച തിരിച്ചു കിട്ടണമെന്നുള്ളതും തനിക്ക് പുത്രന്മാരുണ്ടാവണം, അതുപോലെ അച്ഛന് പുത്രനുണ്ടാവണം, രാജ്യം തിരിച്ചു കിട്ടണം എന്നൊക്കെയുള്ള പ്രാർത്ഥനകളെല്ലാം സാധിച്ച് വളരെ വർഷം ഭർത്താവിനോടൊപ്പം സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് പിന്നീട് ദേവിയുടെ ലോകമായ മണിദ്വീപത്തിൽ ഭഗവാന്റെ സ്ഥലത്തെ വാസസ്ഥാനത്തെ നമ്മൾ വൈകുണ്ഠം എന്നും പാലാഴി എന്നും ഗോലോകം എന്നും ഒക്കെ പറയാറുണ്ട്. എന്നാൽ ഇവിടെ ദേവിയുടെ വാസസ്ഥാനമായ മണിദ്വീപത്തിലേക്ക് സതീദേവിയും ഭർത്താവും ഒക്കെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രചരണം അവിടെ അവസാനിക്കുന്നത്. പിന്നീട് 40-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത് മുനിശാപമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഇതിലെ ചില വ്യത്യാസങ്ങൾ പേരുകളിലും കഥകളിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് പല പ്രഭാഷകരും സൂചിപ്പിച്ചതുപോലെ നമ്മളും പറയുകയാണ്. അതായത് ഇവിടെ നാരായണ ഋഷിയും അതുപോലെ നാരദനും തമ്മിലുള്ള സംവാദമാണെന്ന് സൂചിപ്പിച്ചു. അപ്പോ ദുർവാസാവ് മഹർഷി ഇന്ദ്രനെ ശപിച്ച് ഇന്ദ്രന്റെ എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഐശ്വര്യമില്ലാതായ ദേവേന്ദ്രനും ദേവന്മാരും ഒക്കെ ഒരുമിച്ച് സ്വർഗം എന്നൊക്കെ ഇഷ്ടപ്പെട്ട ദുഃഖത്തോടുകൂടി ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുന്നതും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി അവര് ലക്ഷ്മിയുടെ അംശമായ സർവസമ്പദ് രൂപിണിയായ പാലാഴി മങ്കയായിട്ട് ദേവി പിറന്നതും അതിനുശേഷം ദേവന്മാര് അസുരന്മാരിൽ നിന്നും സ്വർഗം വീണ്ടെടുത്തു എന്നൊക്കെ അങ്ങനെ പറയുമ്പോ നാരദ മഹർഷി ചോദിക്കുകയാണ്, ബ്രഹ്മജ്ഞനും തത്വജ്ഞനുമായ ദുർവാസാവ് മഹർഷി എന്തിനാണ് ദേവേന്ദ്രന് ശാപമേകിയത്? അതുപോലെ ദേവന്മാര് പാലാഴി കടഞ്ഞത് ഏത് വിധമാണ്? ഇന്ദ്രൻ എങ്ങനെയാണ് സ്തുതിച്ച് വീണ്ടും ലക്ഷ്മിയെ പ്രത്യക്ഷപ്പെടുത്തിയത്? ഈ ഇന്ദ്രനും മുനീന്ദ്രന്മാരും ഒക്കെ ഉള്ള സംവാദം എങ്ങനെയെന്നൊക്കെ ചോദിക്കാം. ഈ കഥയില് ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ പറയുന്നതിൽ നിന്ന് അല്പസ്വല്പമൊക്കെ ഇതിലെ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ത്രൈലോക്യനാഥനായ ഇന്ദ്രന് മതോന്മത്തനായി രംഭയോടുകൂടി ഇങ്ങനെ വിജനത്തില് സഞ്ചരിക്കാം. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് വൈകുണ്ഠത്തിൽ നിന്നും കൈലാസത്തിലേക്ക് പോകുന്ന ദുർവാസാവ് മഹർഷിയെ ദേവേന്ദ്രൻ കാണുകയാണ്. എങ്ങനെയാണ് ആ ദുർവാസാവിന്റെ രൂപവർണ്ണനയൊക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ജ്വലിക്കുന്ന ബ്രഹ്മതേജസ്സോടുകൂടി ഗ്രീഷ്മകാല സൂര്യന്റെ ശോഭയും തങ്കത്തിന്റെ നിറവും ജലപാത്രവും കമണ്ഡലവും ഒക്കെ ആയിട്ട് മരത്തോലുടയാടെ ധരിച്ച് എണ്ണമറ്റ ശിഷ്യന്മാരോടൊത്ത് വേദമന്ത്രങ്ങളും ഉരുക്കഴിച്ചുകൊണ്ട് നടക്കുന്നതായ ദുർവാസാവിനെ കാണുകയാണ് ദേവേന്ദ്രൻ. അപ്പോ ദേവേന്ദ്രൻ താഴ്മയോടുകൂടി താണുകൂപ്പിയൊക്കെ നമസ്കരിച്ചു. അപ്പോ വിഷ്ണുദത്തമായ ഒരു പുഷ്പം, അതായത് പാരിജാത പുഷ്പം, അത് വിഷ്ണുദത്തമാണ്. അതോടൊപ്പം തന്നെ ജരാരോഗ മൃത്യു ഹരവുമാണ്. അങ്ങനെയുള്ള പാരിജാത പുഷ്പത്തെ ദേവേന്ദ്രന് വളരെ ബഹുമാനത്തോടു കൂടിയാണ് നൽകിയത്. പക്ഷേ നമുക്കിതിനു മുമ്പ് അപ്സരസ് കൊടുത്ത മാല എന്നൊക്കെയാണ് ഭാഗവതത്തിൽ കാണുന്നത്. എന്നാൽ ആ പുഷ്പം സന്തോഷത്തോടുകൂടി ദേവേന്ദ്രൻ സ്വീകരിക്കേണ്ടതിന് പകരം ആ ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചു. പുഷ്പം സ്പർശിച്ച മാത്രയിൽ തന്നെ ആ പാരിജാതത്തിന്റെ ആ ഗന്ധമൊക്കെ അനുഭവിച്ച, അല്ലെങ്കിൽ അതിന്റെ തേജസ്സും ഗുണങ്ങളും ഒക്കെ കാരണം നമ്മുടെ ഐരാവതത്തിന്റെ വയസ്സ് വളരെ കുറഞ്ഞു, ചെറുപ്പമായി വിഷ്ണു തുല്യനായിട്ട് ഐരാവതം മാറി എന്നാണ്. എന്നിട്ട് ഇന്ദ്രനെ വിട്ട് വനാന്തരങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ് നമ്മുടെ ഗജേന്ദ്രൻ. അപ്പോ താൻ കൊടുത്ത, വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി താൻ കൊടുത്തതായ പുഷ്പത്തെ ഇന്ദ്രൻ ഉപേക്ഷിച്ചപ്പോ നമ്മുടെ മുനിക്ക് വളരെയധികം കോപം ഉണ്ടായി. ദുർവാസാവിലെ ശങ്കരാംശമാണ്, പെട്ടെന്ന് കോപം വരികയാണ്. അപ്പോ മുനി ശപിക്കുകയാണ്, ഐശ്വര്യത്താല് അഹങ്കാരം ബാധിച്ച നീ എന്നെ എന്തിനാണ് അപമാനിച്ചത്? പൂവ ആനയുടെ തലയിൽ വെച്ചത് ധിക്കാരമല്ലേ അല്ലേ? എന്നിട്ട് ഇവിടെ നമുക്ക് കുറച്ച് തത്വങ്ങൾ പറഞ്ഞു തരികയാണ് ഈ കഥയിലൂടെ. അതായത് വിഷ്ണുവിനാവട്ടെ ദേവിക്കാവട്ടെ ഒക്കെ നിവേദിച്ച ഫലം, നിർമാല്യം ഒക്കെ നമ്മൾ ഉടനെ അത് കഴിക്കണം. തീർത്ഥമാണെങ്കിൽ സേവിക്കണം. അതുപോലെ പഴമോ അവലോ മലരോ ശർക്കരയോ എന്താവട്ടെ, ഭഗവത് പ്രസാദം ദേവീ പ്രസാദം ഒക്കെ കിട്ടിയാൽ നമ്മൾ ഉടനെ അത് ഭുജിക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ ത്യജിച്ചാൽ അഥവാ നിന്ദിച്ചാല് അവര് മഹാപാപിയാണ്. അവന്റെ എല്ലാ ഐശ്വര്യവും ബുദ്ധിയും ഒക്കെ നശിക്കും. അതുപോലെ അതേസമയം അത് കിട്ടിയ പാടെ നമ്മൾ അത് സേവിക്കുകയാണെങ്കിൽ, ഭുജിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായി? വിഷ്ണു ഭക്തനായിട്ട് തീർന്ന് മുക്തനായിട്ട് തീരും. അതുപോലെ നമ്മള് വിഷ്ണുവിന്റെ നല്ല ദേവിയുടെ അല്ല ഏത് പ്രസാദവും കിട്ടിക്കഴിഞ്ഞാൽ കഴിയുന്നത്ര ഭക്തജനങ്ങൾക്ക്, ഭക്തിയിൽ താല്പര്യമുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര്
വിഷ്ണു തുല്യനായിട്ട് ഭവിക്കും എന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് ഏത് സാധനമാവട്ടെ ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ ഈശ്വരാനുഗ്രഹം, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ഞാൻ തന്നത് നീ നിന്ദിച്ചത് ശരിയായില്ല. അതുകൊണ്ട് അതേസമയം നമ്മളെ വിഷ്ണു നൈവേദ്യം ഭക്ഷിച്ചാൽ തന്നെ 7 ജന്മം നമ്മൾ കഴിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക ഒക്കെ ചെയ്യുന്നതോടുകൂടി 7 ജന്മത്തെ പാപം നശിച്ചു പോകും. ഇനി അറിഞ്ഞോ അറിയാതെയോ നമ്മളെ നൈവേദ്യത്തെ പ്രസാദമാണെന്ന് അറിയാതെ പോലും സേവിച്ചു കഴിഞ്ഞാൽ 7 ജന്മത്തെ പാപം പോലും നമുക്ക് തീരും. ഏതായാലും നീ ആനയുടെ മസ്തകത്തിൽ വെച്ചത് എന്നെ നിന്ദിക്കുന്നതിന് തുല്യമായി, നിന്റെ ഐശ്വര്യമെല്ലാം ഇപ്പൊ വിഷ്ണുവധത്തെ പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ പാരിജാത പുഷ്പം ആരാണോ ചൂടുന്നത് അവന് പൂജ്യനായിട്ട് തീരും എന്നൊക്കെ പിന്നെ ദേവേന്ദ്രനോട് പറഞ്ഞു. ദേവേന്ദ്രൻ താണുകയാണ് അപേക്ഷിച്ച് ഇതാ മുനിയുടെ പാദങ്ങളെ പിടിച്ച് കരയുക. എന്നിട്ട് പറയാണ്, ഭഗവാനെ മഹാപ്രഭു അവിടുന്ന് എന്നെ ശപിച്ചു, പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങയോട് എന്റെ നഷ്ടപ്പെട്ട ഐശ്വര്യത്തെ ലക്ഷ്മി അവിടുന്ന് ചോദിക്കില്ല. എനിക്ക് ജ്ഞാനത്തെയും ഭക്തിയെയും മൂടുന്ന ഐശ്വര്യമൊന്നും അത് ആപത്തിന് കാരണമാണ്. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട ലക്ഷ്മിയെ ഞാൻ ചോദിക്കുന്നില്ല, ജ്ഞാനത്തെയും ഭക്തിയെയും എനിക്ക് തരിക എന്ന് പറയാം. അപ്പോ ജന്മമരണ രാഗശോകാദികൾക്കൊക്കെ ഐശ്വര്യം കാരണമാകുന്നു. കാരണം ഐശ്വര്യത്തിന്റെ കൊടുമുടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അഹങ്കാരം വരാം, അത് ഈശ്വര സേവയ്ക്ക് തടസ്സമായിട്ട് തീരാം. മനുഷ്യര് 2 തരത്തിലാണല്ലേ, വിഷയത്തിൽ തന്നെ രമിച്ച് നടക്കുന്നവരുണ്ട്, വിഷയാന്തർ എന്ന് പറയും. അതുപോലെ ശാസ്ത്രങ്ങൾ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് പ്രവൃത്തി മാർഗവും 2 നിവർത്തി മാർഗവുമാണ്. പ്രവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെങ്ങനെ ഓരോ തരത്തിൽ സുഖമാണെന്ന് വിചാരിച്ചു പോകും. ഏറ്റവും ഒടുവിൽ ദുഃഖത്തെ ചെയ്ത ജന്മമൃത്യു ജരാക്ലേശങ്ങളൊക്കെ അനുഭവിക്കും. എന്നിട്ട് അനേകം ജന്മങ്ങളെ ചുറ്റിക്കറങ്ങി തന്റെ കർമ്മം അനുസരിച്ച് ഓരോരോ ജീവരാശികളിലെ അനേകം 84 ലക്ഷം ജീവശരീരങ്ങളിലൂടെ കയറി ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എണ്ണമറ്റ ആൾക്കാരിങ്ങനെ വീണ്ടും വീണ്ടും ശരീരം എടുത്തു വരുന്നു. എന്നാൽ മുക്താനാം അഭിസിദ്ധാനാം വാസുദേവ പരായണ സുദുർലഭ പ്രശാന്താത്മാ കോടിശ്വപി മഹാമുനി. എന്നാൽ അനേക കോടി ജന്മങ്ങളില് കുറച്ചു പേരെങ്കിലും സത്സംഗമൊക്കെ നേടി ആ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി കർമ്മബന്ധത്തെ അകറ്റാനായിട്ട് യത്നങ്ങൾ ചെയ്യും. അങ്ങനെ അനേകം ജന്മവും അതുപോലെ ഓരോ തപസ്, വ്രതമില്, ഏകാദശി വ്രതം, ഷഷ്ടിവ്രതം, വ്യാഴാഴ്ച ഒരിക്കൽ, ഇങ്ങനെ എത്രയോ അനുഷ്ഠാനങ്ങളുണ്ട്. ഇതൊക്കെ അനുഷ്ഠിച്ച് ശ്രേഷ്ഠവും സുഖപ്രദവുമായ മുക്തിമാർഗത്തെ നേടും. ഏതായാലും മുനിവചനമൊക്കെ കേട്ട് ദേവേന്ദ്രന് കുറേശ്ശെ വിരക്തിയൊക്കെ വന്നു. എന്നിട്ട് ഇതാ ദേവേന്ദ്രന് സ്വർഗത്തേക്ക് ചെല്ലുമ്പോ എന്താണ്, ദൈത്യന്മാരെ ആക്രമിച്ചത് കൊണ്ട് അവിടെ പുത്രമിത്രാദികളൊക്കെ ഒഴിഞ്ഞതായിട്ട് കാണുകയാണ്, എല്ലാം ശൂന്യമായിട്ട് കാണുകയാണ്. അപ്പൊ സ്വന്തം പുരം ഇങ്ങനെ നഷ്ടപ്പെട്ട ദൈത്യന്മാരെ അപഹരിച്ച ദുഃഖമോർത്ത ഗുരുവായ ബൃഹസ്പതിയെ തേടി ചെല്ലുന്നതായ രംഗങ്ങൾ. അപ്പോ അങ്ങനെ ഗുരുവായ ബൃഹസ്പതിയെ തേടി ചെല്ലുമ്പോ അങ്ങനെ ഗംഗാസ്നാനമൊക്കെ ചെയ്ത് സൂര്യൻ അഭിമുഖമായി സൂര്യോപാസനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ തന്റെ ഗുരുവിനെ കാണുന്നു. ഗുരുവിനോട് ദൈത്യന്മാര് തങ്ങളുടെ സ്വർഗമൊക്കെ അപഹരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ജ്ഞാനവൃത്ത സിദ്ധിയും പരലാഭവും ശത്രുവർഗ ദേവലോകം ആക്രമിച്ച കാര്യമൊക്കെ പറയുമ്പോ എല്ലാം കേട്ട് കലങ്ങിയോട് നിൽക്കുന്ന ആ ദേവേന്ദ്രനോട് ഗുരു ബൃഹസ്പതി പറയാണ്, ദേവശ്രേഷ്ഠ, ഞാനെല്ലാം കേട്ടു, നീ കരയാതെ. അപ്പൊ ദേവേന്ദ്രൻ പോലും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായ അവസ്ഥ അല്ലെ, ദുഃഖം വന്നു. ഗുരുവിനെ ആശ്രയിച്ചു. ഗുരു പറഞ്ഞു, സമ്പത്താവട്ടെ ആപത്താവട്ടെ ഇതെല്ലാം കർമ്മത്തിന് അധീനമാണ്. ഇന്നലെ നമ്മൾ കണ്ടു സാവിത്രി അല്ലെ, സത്യവാന്റെ പത്നി സാവിത്രി യമധർമ്മനോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. ദീർഘായുസുള്ളവരെ എങ്ങനെയാണ്? ചിലര് അല്പായുസാണ്, ചിലര് അന്ധനായിട്ട്, ചിലര് മൂകനായിട്ട്, ചിലര് ബധിരനായിട്ട്, ചിലർ രോഗിയായിട്ട്, ചിലര് സിദ്ധന്മാരായിട്ട്, ചിലർക്ക് സുഖം എപ്പോഴും, ചിലർക്ക് ദുഃഖം. ഇതൊക്കെ കാരണം ചോദിപ്പിക്കോ? എല്ലാത്തിനും കാരണം കർമ്മഫലമാണ്. അവര് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ്. അപ്പൊ സമ്പത്തും ആപത്തും എല്ലാം കർമ്മത്തിന് അധീനമാണ്. അപ്പൊ ഇവ രണ്ടും ഒരു വണ്ടിയുടെ ചക്രം ഇങ്ങനെ കറങ്ങുന്നത് പോലെ ജന്മം തോറും സ്വന്തം കർമ്മത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അവരവര് തന്നെയാണ് അവരവരുടെ വിധികർത്താക്കള്. അതിലെ ദുഃഖിക്കേണ്ട കാര്യമില്ല. നന്മയായാലും തിന്മയായാലും ഒക്കെ സ്വന്തം കർമ്മത്തിനനുസരിച്ച് മനുഷ്യരെല്ലാം അനുഭവിക്കുന്നതാണ് വിധിശാസനം. ഇത്
നമ്മള് സാമവേദത്തിലും ബ്രഹ്മാവിനോട് പറയുന്നതായിട്ട് കാണാം. അപ്പൊ അങ്ങനെ അവരവര് ചെയ്ത നന്മ തിന്മകളുടെ ഫലം ഭുജിച്ചേ തീരുള്ളൂ. ഭഗവാൻ കൃഷ്ണന് ബ്രഹ്മാവിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് ജനിച്ച് അനുഭവിച്ചിട്ടും തീർന്നില്ലെങ്കിൽ വീണ്ടും, ഇന്നലെ നമ്മള് ഡോക്ടർ വാസുദേവൻ ഒരു ഉപമ പറഞ്ഞു അല്ലേ, ഒരാൾക്ക് കെട്ടിയിട്ടിട്ട് 2000 അടി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ 1000 ആയപ്പോൾ അയാൾ തളർന്നു വീണാൽ വീണ്ടും ബാക്കി അനുഭവിക്കാനായിട്ട് അടുത്ത ജന്മം എന്ന്, അതാണ് ഇവിടെ പറഞ്ഞത്. അനുഭവിച്ചത് ബാക്കിയായ കർമ്മം കൊണ്ട് വീണ്ടും ശരീരം എടുത്ത് നമ്മൾ അതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പോ ദേവേന്ദ്രൻ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് ശാപം ഉണ്ടായത്. അങ്ങനെ ജന്മകോടികളിൽ ചെയ്ത കർമ്മം ജീവികളെ സദാ നിഴല് പോലെ പിന്തുടരും. അതിനെന്താ വേണ്ടത്? ഈ കർമ്മഫലമാണെങ്കിൽ കർമ്മഫലത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഭവിക്കുക, അല്ലെ അത് ചെയ്യുക. എന്നിട്ട് ദാനത്തിന്റെ മഹിമയൊക്കെ പറഞ്ഞു കൊടുത്തു. സാമാന്യ ദിവസങ്ങളില് നമ്മൾ ദാനങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിൽ ഫലം ഇല്ലേ, വൈശാഖ മാസത്തിലെ എല്ലാ കർമ്മങ്ങൾക്കും 100 ഇരട്ടി ഫലം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സ്നാനം പ്രാധാന്യം, ദാനം പ്രാധാന്യം, ജലദാനം, ഛത്രദാനം, ചെരുപ്പ്, ഇങ്ങനെയുള്ള ദാനങ്ങളൊക്കെ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ വളരെയധികം ഫലസിദ്ധി വൈശാഖ മാസത്തിൽ കിട്ടും. അതുപോലെ കർത്തവാവിന്, സംക്രാന്തിക്ക് ഒക്കെ ഓരോ കർമ്മങ്ങൾ ചെയ്താൽ 100 ഇരട്ടി അതിന്റെ ഫലം കിട്ടും. അതുപോലെ സൂര്യഗ്രഹണത്തില് ഒക്കെ അതിന്റെ 10 ഇരട്ടി ഫലം ലഭിക്കുന്നു. അതുപോലെ വൈശാഖത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ അല്ലെ, ബലരാമ ജയന്തി ആയിട്ടും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നു. അപ്പം അത് അക്ഷയ തൃതീയ ദിനത്തില് ദാനം ചെയ്താൽ അക്ഷയമായ പുണ്യമുണ്ടാകും. അതുപോലെ ജപസ്നാനാദി കർമ്മങ്ങൾക്ക് ഒക്കെ ഫലസിദ്ധി ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ സൽക്കർമ്മത്തിലൂടെ നമുക്ക് ഇതിനെ നേരിടാൻ സാധിക്കും. അതുകൊണ്ട് വിധാതാവിന്റെ വിധാതാവും രക്ഷകന്റെ രക്ഷകനും കർത്താവിന്റെ സംഹർത്താവും കാലന്റെ കാലനുമായ ആ കൃഷ്ണനെ ഭജിച്ചാല് എല്ലാ വിപത്തും നമുക്ക് സമ്പത്താക്കി മാറ്റാം എന്ന് ഇതാ ഗുരുവായ ബൃഹസ്പതി ദേവേന്ദ്രനോട് പറയുന്നു അല്ലെ. ആപത്തും ഭാഗ്യമാം കണ്ണൻ കാടാക്ഷിച്ചാൽ സമ്പത്തും അല്ലെങ്കിൽ നിർഭാഗ്യമാം എന്ന അല്ലെ. അങ്ങനെ ദേവേന്ദ്രനെ ഒരു ബോധവാനാക്കി. അതിനുശേഷം 41-ാമത്തെ അധ്യായത്തില് നമുക്ക് മഹാലക്ഷ്മി ഉപാഖ്യാനമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദേവേന്ദ്രനും ദേവാദിദേവന്മാരും എല്ലാം ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും മഹാവിഷ്ണുവിന്റെ അടുത്ത് എത്തിച്ചേരുകയാണ്. അപ്പോ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം, മഹാലക്ഷ്മി സ്ഥിരമായിട്ട് ഇപ്പൊ ദേവേന്ദ്രനായ ദേവേന്ദ്രന്റെ പോലും ഐശ്വര്യങ്ങൾ പോയി. അപ്പൊ മനുഷ്യരായ ഇവിടെ ദേവേന്ദ്രനോട് ഉപദേശിക്കുന്നു എന്ന ഭാവത്തിൽ മനുഷ്യരായ നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങള്, മഹാലക്ഷ്മി സ്ഥിരമായിട്ട് ഒരിടത്ത് വസിക്കുന്നതിനും, അല്ലെങ്കിൽ ഉള്ള എത്രയോ പേര് കോടീശ്വരന്മാരായി ലക്ഷാധിപതികളായിട്ടിരുന്ന് പെട്ടെന്നെല്ലാം വരുന്ന പക്ഷേ ഇല്ലാതാവുന്നത് നമ്മൾ കാണുന്നു അല്ലെ. അപ്പോ മഹാലക്ഷ്മിയുടെ സ്ഥിരമായിട്ടുള്ള സാന്നിധ്യത്തിനും അസാന്നിധ്യത്തിനും ഇടയാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആണ് ഈ അധ്യായത്തില് വർണ്ണിക്കുന്നത്. അപ്പൊ ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും കൂടി ഇതാ മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്നു. അതിനുശേഷം ഇതാ ബ്രഹ്മാവ് ഇന്ദ്രനോട് പറയുകയാണ്, എന്താ നീ എന്റെ വംശത്തിൽ പിറന്നവനാണ് ഇല്ലേ, എന്റെ പ്രപൗത്രനും സമർത്ഥനും ഒക്കെയാണ്, അതുപോലെ ബൃഹസ്പതിയുടെ ശിഷ്യനുമാണ്, അതുപോലെ ദേവന്മാരുടെ നാഥനുമായ നിനക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്താണ് തോന്നിയത് അല്ലേ. അമ്മ അതിഥി മാതാവ് എത്രയോ ധർമ്മിഷ്ഠയാണ്, അതുപോലെ കശ്യപ പ്രജാപതിയുടെ അച്ഛനും എത്രയോ യതി പോലെ സ്വാത്വികനാണ്. അപ്പോ ഒരിക്കലും നീ ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ സർവാത്മാവായ ഭഗവാൻ എല്ലാ ശരീരത്തിലും വസിക്കുന്നുണ്ട്. അവൻ വിട്ടുപോകുന്ന ക്ഷണത്തിൽ നമ്മളെല്ലാം ശവമെന്ന് പറയുന്നു. അപ്പോ ഭോഗദേഹം പൂണ്ട നമ്മുടെ ഈ ജീവന് ആത്മാവിന്റെ പ്രതിബിംബമാണ്. ദേഹത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുമ്പോൾ അഥവാ ചൈതന്യം പോയി കഴിയുമ്പോൾ നമ്മൾ അത് ശവം എന്ന് പറയുന്നു. എത്രയോ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ അല്ലെ മാതാപിതാക്കളാവട്ടെ, എത്ര സ്നേഹം ഉണ്ടെങ്കിലും അതിലെ ചൈതന്യം പോയി കഴിയുമ്പോൾ അതിനെ ശവം എന്ന് പറയുന്നു. പിന്നെ എത്രയും വേഗം സംസ്കരിക്കാനാണ് ശ്രമിക്കുക. അപ്പോ ഇവിടെ എല്ലാവരുടെയും ഇവിടെ പറയുന്നത് ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവ് പറയാണ്, ഞാന്, ശിവന്, ശേഷൻ, വിഷ്ണു, വിരാട്ട്, ധർമ്മൻ തുടങ്ങിയ ഞങ്ങളുടെ എല്ലാം ആത്മാംശമായ ആ ജഗൽ സ്വരൂപന്റെ പുഷ്പത്തെ ആരാ അത് ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചത്? മഹാദേവനാണ് അല്ലെ. വൈഷ്ണവാനാം യഥാശംഭു, ഗുരുവായൂരപ്പന്റെ നല്ലൊരു ഭക്തനാണ് മഹാദേവൻ, മമ്മിയൂരപ്പൻ അല്ലെ. അപ്പൊ ശിവൻ ആ പാദപത്മത്തില് ശ്രദ്ധയോടെ അർപ്പിച്ച പൂവിനെയാണ് നീ നിന്ദിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ ശരിക്കും ആ പൂവ് നീ ശിരസില് ചൂടിനെങ്കിൽ ദേവമധ്യത്തില് സർവദാ പൂജ്യനായി തീരുമെന്ന് വെച്ചാണ് നിനക്ക് തന്നത്. അപ്പോ നീ ഇങ്ങനെ തെറ്റ് ചെയ്തു,
അതുകൊണ്ട് ഭാഗ്യം കെട്ട വിദ്യയായ നിന്നെ ഇനി രക്ഷിക്കാന് ആർക്കാണ് സാധിക്കുന്നത്? കൃഷ്ണനിർമാല്യം ത്യജിക്കുന്നത് കൊണ്ടാണ് നിന്റെ ഐശ്വര്യം വിട്ടുപോയത്. ഇനിയും എത്രയും വേഗം എന്ത് ചെയ്യണം? ആ ജഗൽ പുരുഷനായ ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും കൂടി ബ്രഹ്മാദി ദേവാദി ദേവന്മാരെല്ലാം ചിന്മയനായ ആ ഭഗവാനെ ചെന്ന് കാണുകയാണ്. അങ്ങനെ മിന്നും പൊന്നിൻ കിരീടം ദൈവണകഴകം കാഞ്ചി പൂഞ്ചേലമാല അല്ലെ, അങ്ങനെയുള്ളതായ മന്ദഹാസ പുഞ്ചിരി തൂയി നിൽക്കുന്നതായ ഭഗവാന്റെ അങ്ങനെ കണ്ടു. അങ്ങനെ സ്വന്തം തേജസ്സാൽ ശോഭിക്കുന്ന ഭഗവാൻ 100 കോടി മധ്യാഹ്ന സൂര്യനെ പോലെ തുല്യനായവൻ ആദിമധ്യാന്തരഹിതൻ ലക്ഷ്മീകാന്തനുമായ ഭഗവാനെ 4 വേദങ്ങള് അതുപോലെ വാണിദേവിയും ഒക്കെ ചതുർഭുജാകാരനായ ഭഗവാനെ ചുറ്റി നിൽക്കുന്നു. അതുപോലെ ഭഗവാനെ സേവിച്ച് ഭഗവത് സ്വരൂപം കിട്ടിയതായ ആ പാർഷദന്മാരെയും ഒക്കെ അവിടെ കണ്ടു. അങ്ങനെ ദേവന്മാരെ ഭക്തിയോടുകൂടി ശ്രീഹരി അങ്ങനെ പൂജിച്ചു. അപ്പോ ദുഃഖങ്ങളെല്ലാം അവിടെ നഷ്ടപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട ദുഃഖമൊക്കെ ഭഗവാനോട് സൂചിപ്പിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ഞാനിരിക്കെ നിങ്ങളാരും ഇതില് ഭയപ്പെടണ്ട, ഐശ്വര്യപ്രദമായ സ്ഥിരലക്ഷ്മിയെ ഞാൻ നൽകാം എന്ന് പറയാം. അപ്പോ എന്നെ ആശ്രയിക്കുന്ന അസംഖ്യം ജനങ്ങളുണ്ട് അല്ലെ, അങ്ങനെ എല്ലാവർക്കും നമുക്ക് അത് അനുഗ്രഹം കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ദുർവാസാവ് എന്ന് പറയുന്നത് ശങ്കര അംശമാണ്. അപ്പോ ഭഗവാനെ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ദുഃഖം ഉണ്ടാവുകയില്ല. പിന്നെ എന്നിൽ ഭക്തിയുള്ളവരെ ആരെങ്കിലും മറ്റുള്ളവരോട് കോപിച്ചാൽ ആ സമയത്ത് അവിടുന്ന് ലക്ഷ്മി ദേവി പോവും. അപ്പോ പിന്നെ വിപ്രാന്നദാനം, ബ്രാഹ്മണർക്ക് ദാനം, അതുപോലെ ശംഖധ്വനിയും ശിവപൂജയും തുളസിയും ഒന്നും ഇല്ലാത്തടത്ത് ലക്ഷ്മി പിണങ്ങി അകലും. അതുപോലെ എന്റെ ജന്മനാള് എന്ന് പറയുമ്പോൾ ഭഗവാനാണല്ലോ ശ്രീ ഗുരുവായൂരപ്പൻ പറയുന്ന ഭഗവാന്റെ ജന്മാഷ്ടമി നാള്, അതുപോലെ ഹരിവാസരം അല്ലെ, ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ചേർന്ന ഹരിവാസര സമയം, അത് ഏറ്റവും കൂടുതൽ ലക്ഷ്മി ദേവിയുടെയും ഭഗവാന്റെയും സാന്നിധ്യം ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് നമ്മള് ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കേണ്ടതാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി അവിടുന്ന് പോകും എന്ന് പറയാം. അതുപോലെ അതിഥി, നമ്മുടെ ഭവനത്തിലെ അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പോലെ നമ്മള് അന്നത്തെ കൊടുത്തില്ലെങ്കിലും ലക്ഷ്മി ദേവി ആ ഭവനത്തെ ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളൂടെ അസന്തുഷ്ടൻ എത്ര കിട്ടിയാലും പോരാ എന്ന അസന്തുഷ്ടിയോടുകൂടി, കാരണം ശരിക്കും പറഞ്ഞാല് അല്ലേ, ധനം വേണ്ട എന്നല്ല, ഭാഗവതം വായിച്ചാലും ശരി, എത്രയൊക്കെ ആത്മീയ ജ്ഞാനം ഉണ്ടായാലും നമുക്കൊരു സാധനം കടയിൽ ചെന്ന് വാങ്ങിക്കണമെങ്കിൽ പണം കൂടിയേ തീരൂ. പണം ആവശ്യമാണ്, പക്ഷെ ധനാഗമ തൃഷ്ണ ഉപേക്ഷിക്കണമെന്നാണ് ശങ്കരാചാര്യ സ്വാമികളും പറയുന്നത്. അതുപോലെ അഷ്ടമസ്കന്ധത്തിൽ തന്നെ നമുക്ക് കാണാം അല്ലെ, ലോകാനാം ഏകമീശ്വരം എന്നൊക്കെ പറഞ്ഞിരുന്നതായ മഹാബലി എന്ത് വേണേ തരാമെന്ന് പറഞ്ഞപ്പോഴും ഇല്ല. ഇന്ദ്രിയങ്ങളെ നല്ലോണം നിയന്ത്രിച്ച ഒരാളെ സംബന്ധിച്ച് എന്താണോ ഉള്ളത് അതില് സംതൃപ്തിയായിരിക്കും എന്ന് പറയുക അല്ലെ. അതാസമയം നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരും. ഈ ത്രിലോകം മുഴുവൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് തൃപ്തി ഉണ്ടാവുകയില്ല. അപ്പോ അസന്തുഷ്ടനായിട്ടുള്ളവർക്ക് എത്ര കിട്ടിയാലും പോരാ എന്നുള്ള ആളെ ലക്ഷ്മി ദേവി ഉപേക്ഷിക്കുന്നു. അതുപോലെ സൂര്യോദയത്തില് ഭക്ഷിക്കുന്നവര്, പകലുറങ്ങുന്നവര് ഒക്കെ ലക്ഷ്മി കൈവിടുന്നു. അതുപോലെ ആചാരഹീനനായിട്ടും ശൂദ്രപ്രദ്രാഹിയായിട്ടും ഒക്കെ ഉള്ളവളെ, മന്ത്രദീക്ഷയില്ലാത്ത ജനെയൊക്കെ ലക്ഷ്മി ദേവി ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ ഇത്രയൊക്കെ കേട്ടപ്പോ എവിടെയാണ് ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതിനാണ് ഉത്തരം പറയുന്നത്. അപ്പൊ ലക്ഷ്മി ദേവി ഭക്തന്മാരെ എവിടെ നിന്ദിച്ചു കഴിഞ്ഞാലും ഭഗവാനോടൊപ്പം ഉള്ള ആളാണ് ലക്ഷ്മി ദേവി. ഭക്തന്മാരെ നിന്ദിച്ചാൽ അവിടെ നിന്ന് ലക്ഷ്മി ദേവി പോകും. ഹരിപൂജയും നാമസങ്കീർത്തനവും എവിടെയാണോ എപ്പോഴും ഹരിനാമ സങ്കീർത്തനം, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എവിടെയാണോ ഭഗവാന്റെ തിരുനാമം, ഭാഗവതാദി പുരാണങ്ങള്, നാരായണീയ പാരായണം, ഗീതാധ്യാനം, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നിടത്ത് സർവമംഗള സ്വരൂപിണിയായ ആ ദേവി അഥവാ ലക്ഷ്മി ദേവി ഒരിക്കലും വിട്ടുപോകില്ല. ഇപ്പൊ കൃഷ്ണനെയോ അല്ലെ കൃഷ്ണഭക്തരെയോ ഒക്കെ വാഴ്ത്തുന്നിടത്ത് കൃഷ്ണപ്രിയായ ദേവി സ്ഥിരമായിട്ട് വസിക്കും. അതുപോലെ ശംഖനാദം, കാളഗ്രാമം, തുളസീദളം,
അതുപോലെ തുളസി, ഇന്നലെ തുളസിയുടെ മാഹാത്മ്യം പറഞ്ഞപ്പോ തുളസി ദേവിയുടെ ശരീരം ഗണ്ഡകി നദിയായിട്ട് ഒഴുകി തലമുടി തുളസി ചെടിയായിട്ട്, അത് ലക്ഷ്മി ദേവിയുടെ സങ്കല്പമാണ്. ഒരു വീടായാൽ ആ വീട്ടില് എത്ര ചെറിയ വീടാണെങ്കിലും ഒരു തുളസി തറ ഉണ്ടാവണം. രാവിലെ കുളിച്ച് തുളസിക്ക് വെള്ളം ഒഴിക്കുക, സന്ധ്യയ്ക്ക് ഒരു ദീപം കത്തിച്ചു വയ്ക്കുക ഒക്കെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തിന് ഇടയാക്കും എന്നൊക്കെ സൂചിപ്പിച്ചു. എന്നിട്ട് ദേവിയോട് പറഞ്ഞു, ദേവി പാൽക്കടലിൽ പോയി നിന്റെ അംശം കൊണ്ട് പിറക്കുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഭഗവാന് ഇത്രയൊക്കെ ദേവന്മാരോട് പറഞ്ഞ ശേഷം ഭഗവാൻ അന്തഃപുരത്തിലേക്ക് പോകുന്നു. പിന്നെ പാലാഴി മഥനം, അത് ഭാഗവതത്തിൽ പറയുന്നത് പോലെ തന്നെ പാലാഴി മഥനം നടക്കുന്നു. ഉച്ചസേവസ്, നൽകൊമ്പനാന, ധന്വന്തരി, ലക്ഷ്മി ദേവിയൊക്കെ ഇവിടെ വരുന്നു. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ദേവന്മാര് സ്വർഗത്തെ വീണ്ടെടുത്തു എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു. അപ്പൊ ലക്ഷ്മി ദേവിക്ക് ചെയ്യേണ്ടതായ പൂജകളെയും സ്തോത്രങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് പിന്നീട് കാണാനായിട്ട് സാധിക്കുക. അപ്പോ ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ആ ദേവിയെ ശ്രദ്ധയോടും ഭക്തിയോടും പൂജിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആ പൂജകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അർഘ്യപാദ്യോഗങ്ങളൊക്കെ കൊടുത്ത ആസനം, അർഘ്യമിതം അല്ലെ, ദേവിക്ക് ആദ്യം ഒരു ഇരിപ്പിടം കൊടുക്കുക, പൂവും കറികയും ചന്ദനം ശംഖത്തിലെ പുണ്യമായ അർഘ്യം കൊടുക്കുക, ഗംഗാജലം ദേവി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ദേവിക്ക് ഇഷ്ടപ്പെട്ടതായ ശർക്കര പായസ നിവേദ്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് പറഞ്ഞു. അങ്ങനെ ആയി കഴിയുമ്പോൾ ഭൂമിയിലെ ദുർലഭമായ ദേവാലങ്കാരയുക്തങ്ങളായ ദിവ്യങ്ങളൊക്കെ അവിടുന്ന് സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് ദേവിയെ അങ്ങനെ പൂജിക്കുക. അങ്ങനെ ദേവിയുടെ അപ്പൊ മഹാലക്ഷ്മിയെ സ്തുതിക്കേണ്ടതായ സ്തോത്രത്തെ കുറിച്ചാണ് പിന്നീട് ദേവേന്ദ്രൻ ചോദിച്ചു. അപ്പോ ശ്രീം ക്രീം ക്ലീം ഐം കമലാവാസിന്യേ സ്വാഹ, ഇതാണ് മഹാലക്ഷ്മി മന്ത്രം. അപ്പോ ഈ മഹാലക്ഷ്മി മന്ത്രത്താല് കുബേരൻ പോലും പരമ ഐശ്വര്യവാനായിട്ട് മാറി തീർന്നു. അതുപോലെ സാവർണീമനു ഐശ്വര്യവാനായി തീർന്നു. മംഗളൻ എന്ന രാജാവ് സപ്തദീപാധിപതിയായി. അതുപോലെ പ്രിയവ്രതന്, ധ്രുവന്, കേദാര്, നൃപന് ഇവരെല്ലാം ഈ ലക്ഷ്മി ദേവിയുടെ ഈ മന്ത്രത്താല് ശ്രേഷ്ഠരായിട്ട് തീർന്നു എന്ന് പറഞ്ഞിട്ട് ആ ദേവി അങ്ങനെ സ്തുതിക്കുകയാണ്. പിന്നീട് നമസ്തേ മഹാമായേ ശ്രീവേദ്യസുരപൂജിതേ ശംഖുചക്രഗതാഗസ്തേ മഹാലക്ഷ്മി നമസ്തുതേ എന്നൊക്കെ ആ മഹാലക്ഷ്മി അഷ്ടകമൊക്കെ എല്ലാവർക്കും ജപിക്കാം. പിന്നീട് സ്വാഹ ഉപാഖ്യാനമാണ് പിന്നീട് പറയുന്നത്. ഇപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തില് ബ്രാഹ്മണര്, രാജാക്കന്മാര് ഒക്കെ ദേവന്മാർക്ക് ഭക്തിയോടെ ഹവിസ് നൽകിയെങ്കിലും ഇതാ ദേവന്മാർക്ക് അത് വേണ്ടത്ര അത് കിട്ടിയില്ല. അപ്പൊ വളരെ ദുഃഖിതയായിട്ട് എല്ലാവരും കൂടി ബ്രഹ്മാവിനെയും കൂട്ടി ഭഗവാനെ പ്രാപിച്ചു. അപ്പൊ ഭഗവാൻ ഇതാ തന്റെ അംശകലയോടുകൂടി ശക്തി സ്വരൂപിണിയായ ലാവണ്യം കൊണ്ട് ഒരു കന്യകയെ അവിടെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. അപ്പോ ദേവി പറഞ്ഞു, ദേവി അവിടുന്ന് ബ്രഹ്മാവ് ദേവിയോട് പറയാണ്, അഗ്നിയുടെ ദഹിപ്പിക്കാനുള്ള ശക്തിയായിട്ട് ഭവതി ഭവിക്കുക. നീ ഇല്ലാതെ അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല. ഓരോ മന്ത്രങ്ങൾ ചൊല്ലി ദേവകൾക്ക് ഹവിസ് ബ്രാഹ്മണർ അർപ്പിക്കുമ്പോൾ മന്ത്രത്തിന്റെ ഒടുവിൽ അല്ലെ പേര് പറഞ്ഞ് ഇന്ദ്രായ സ്വാഹ, വരുണായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് അർപ്പിക്കുമ്പോൾ അതാത് ദേവകൾ സ്വീകരിക്കും. അപ്പൊ സ്വീരൂപയായും ഗൃഹനാഥിയായും ദേവ മനുഷ്യർക്കെല്ലാം നീ സദാ പൂജിതയായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ സ്വാഹാദേവി പറഞ്ഞു, ബ്രഹ്മാവേ അവിടുന്ന് പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ ഞാന് ഒരു ശ്രീകൃഷ്ണ ഭക്തയാണ്, എപ്പോഴും ശ്രീകൃഷ്ണനെ തന്നെ പൂജിച്ചുകൊണ്ട് ഇരിക്കുന്നവളാണ്, കൃഷ്ണനെ വിട്ട് അന്യരെ വിദ്യയായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ബ്രഹ്മാവെ അങ്ങ് സൃഷ്ടികർത്താവായത്, വിധാതാവായത്, അതുപോലെ മഹാദേവൻ മൃത്യുഞ്ജയനായത്, ഗണേശൻ സകലിലും ആദ്യം പൂജിതനായത് അല്ലെ, ഏതൊരു കാര്യത്തിനും ഗണേശനെ ആദ്യം പൂജിക്കുന്നതും വിശ്വം താങ്ങാൻ ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഭൂമിയെ മുഴുവൻ ഒരു കടുകുമണി പോലെ തന്റെ ശിരസിൽ വെക്കാൻ ആദിശേഷന് ശക്തി നൽകിയത്, മഹർഷിമാരുടെ പൂജയൊക്കെ സ്വീകരിക്കുന്നത്, ദേവി സംപൂജിയായത്, ഇതൊക്കെ ഏതൊരു ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അനുഗ്രഹത്താലാണോ ആ പാദപത്മത്തെ ഞാൻ സദാ ധ്യാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ കൃഷ്ണനെ തപസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്വാഹാദേവി 1,00,000 വർഷം തപസ് അനുഷ്ഠിക്കുന്നു. തപസ്സിന്റെ ഫലമായിട്ട് ഭഗവാനെ പ്രത്യക്ഷത്തില് കാണാൻ സാധിച്ചു. ആ കോമള രൂപം കൊണ്ട ഭഗവാനെ കണ്ട മഹാലസ്യായി ഭഗവാനും അവളുടെ മനസ്സറിഞ്ഞ് ഇതാ വൻ തപസ്സിനാൽ ക്ഷീണിച്ച ആ സ്വാഹാദേവിയെ തന്റെ മാറോട് ചേർത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പൊ പോയി ദായിയായി അഗ്നിയുടെ പത്നിയാവുക, ഭാഗവൻ നിന്നെ വേശ്വരിയായിട്ട് പൂജിച്ച് നിങ്ങൾ ഒന്നിച്ച് വളരെ കാലം
അങ്ങനെ കഴിയും. പിന്നെ വരാഹകൽപ്പം അല്ലേ, പത്മകൽപ്പമുണ്ട്, ബ്രഹ്മകൽപ്പമുണ്ട്, വരാഹകൽപ്പമുണ്ട്. വരാഹകൽപ്പത്തില് എന്റെ വരത്തിനാല് നീ അംശത്താല് നീ നഗ്നജിത്തിന്റെ മകളായി നഗ്നജിതിയായിട്ട് ജനിക്കും. ആ സമയത്ത് എന്റെ പത്നിയായിട്ട് നീ തീരും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ബ്രഹ്മാജ്ഞാല് അഗ്നി സാമവേദോക്ത മന്ത്രത്താല് സ്വാഹിയെ പാണിഗ്രഹണം ചെയ്തു. നിരവധി ദിവ്യ വർഷങ്ങൾ അവര് സ്വാഹയും അഗ്നിയും ആ ദാമ്പത്യ സുഖം അനുഭവിച്ചു ജീവിച്ചു. അഗ്നിയുടെ തേജസ്സിനാല് സ്വാഹ ഗർഭം ധരിച്ചു. 12 ദിവ്യ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അഴകറ്റ 3 മക്കള്, 1 ദക്ഷിണാഗ്നി, 2 ഗാർഹപത്യാഗ്നി, 3 യാവനീയാഗ്നി, ഇങ്ങനെയുള്ളതായ 3 അഗ്നിപുത്രന്മാരുണ്ടായി. ഋഷിമാരും ബ്രാഹ്മണരും സ്വാഹാന്തമായ ഹവിദാനം നൽകി ദേവന്മാർക്ക് ആഹുതി അർപ്പിച്ചു. ദേവന്മാരും ബ്രാഹ്മണരും ഒക്കെ സന്തുഷ്ടരായി. അപ്പോ സ്വാഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാല് സർവസിദ്ധികളും ലഭിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ സ്വാഹയാണ് നമ്മള് ദശമസ്കന്ധം, ഭാഗവതം ദശമസ്കന്ധത്തില് 58-ാം അധ്യായത്തിലെ അഷ്ടമഹിഷി വിവാഹങ്ങൾ പറയത്തില്ലേ, അതില് നാഗ്നജിത്തിന്റെ മകളായിട്ട് നാഗ്നജിതി അഥവാ സത്യ എന്ന പേരോടുകൂടി ഈ സ്വാഹ വരാഹകൽപ്പത്തിൽ ജനിക്കും. എന്നിട്ട് ഒരുപാട് പേര് സ്വാഹയെ സത്യ എന്നാണ് അന്നേരത്തെ പേര്. നാഗ്നജിത്തിന്റെ മകളുടെ പേര് സത്യ. അപ്പോ സത്യ അങ്ങനെ ഭഗവാനെ ആഗ്രഹിച്ചിരിക്കും. ഏതായാലും അനേകം രാജാക്കന്മാര് വരും. പക്ഷെ നഗ്നജിത്ത തന്റെ മകളെ വിവാഹം കഴിക്കുന്ന ഒരു നിബന്ധന വെച്ചിരുന്നു. നല്ല കൊമ്പും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ 7 കാളകള്, ഒരേ സമയം ഈ 7 കാളകളെ നിയന്ത്രിക്കാൻ പറ്റിക്കുന്ന ആൾക്ക് മാത്രമേ വിവാഹം ചെയ്യുള്ളൂ. പല രാജാക്കന്മാരും പോയി ശ്രീകൃഷ്ണ ഭഗവാൻ എത്തിച്ചേർന്ന് അവളെ വിവാഹം ചെയ്തു. അങ്ങനെ സ്വാഹയുടെ പിന്നത്തെ ജന്മമാണ് നാഗ്നജിത്തിന്റെ മകളായി നാഗ്നജിതി അഥവാ സത്യയായിട്ട് ജനിച്ചത് എന്ന് പറഞ്ഞു. അപ്പോ നാരദന് ആ സ്വാഹയുടെ പൂജാവിധികള്, ധ്യാനം എല്ലാം സ്വാഹയ സ്വതാ മംഗളചണ്ഡി ദക്ഷിണ ഇവരുടെ എല്ലാം പൂജാവിധികളും സ്തോത്രങ്ങളും ഒക്കെ നാരദൻ ചോദിക്കുന്നുണ്ട്. സമയത്തിനനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പോ ഓം ഹ്രീം ശ്രീം ഭക്തിജായൈ സ്വാഹ, ഈ മന്ത്രം ഭക്തിപൂർവ്വം ചൊല്ലിയാല് ഇഷ്ടപ്രാപ്തി കൈവരുമെന്ന് പറഞ്ഞു. അതുപോലെ സ്വാഹ, ക്രിയ, ധ്രുവ, ദഹനക്ഷമ, ദാഹിയ, ദേവജീവനി, ഇങ്ങനെ 16 പേരുകള് അഗ്നിദേവന് സ്വാഹയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് പഠിച്ചു ഈ 16 നാമങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും ഒക്കെ ഫലസിദ്ധികൾ നമുക്ക് ലഭിക്കും. നമ്മൾ ചെയ്തു കഴിഞ്ഞ ഏത് കർമ്മവും ശുഭമായിട്ട് വരും. അതുപോലെ ദാമ്പത്യ സൗഖ്യത്തിനും സൽസന്താനത്തിനും ഒക്കെ ഈ സ്വാഹാ മന്ത്രം ജപിച്ചാൽ വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞു. പിന്നീടാണ് സ്വതോപാഖ്യാനം. അപ്പോ ഇവിടെ നാരദ മഹർഷി വീണ്ടും ചോദിക്കുന്നത് പിതൃപ്രീതകര പിതൃക്കളെ സന്തോഷിപ്പിക്കുവാനും പുണ്യപ്രദവുമായ സാധാരണ ബലവർത്തനവുമായ സ്വതോപാഖ്യാനമാണ്. അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തില് ബ്രഹ്മാവ് പിതൃക്കളെയൊക്കെ സൃഷ്ടിച്ചു. അപ്പൊ തർപ്പണപൂർവകമായ ശ്രാദ്ധത്തെ അവർക്ക് ആഹാരമായിട്ട് കൽപ്പിക്കുകയും ചെയ്തു. വിപ്രന്മാര് അത് നൽകിയെങ്കിലും അത് വേണ്ടവണ്ണം പിതൃക്കൾക്ക് ലഭിച്ചില്ല അല്ലേ. മൂർത്തിമത്തുക്കളായി 4 തേജോരൂപങ്ങൾ 3 ഉള്ളും കവരുമേഴു കൂട്ടം പിതൃഗണങ്ങളെ കണ്ടുകൽപ്പിച്ചു തൽഭക്ഷ്യം സാത്തം തർപ്പണപൂർവകം അവ്യവാഹേ നരസോമോ രമശൈവ ആര്യമാതത അഗ്നിശ്വത്ത ബഹിഷ്വത സോമപാപിതു ദേവത. ഇവരാണ് 7 കൂട്ടം പിതൃഗണങ്ങൾ എന്ന് പറയുന്നു. ഇങ്ങനെ പ്രാധാന്യം കിട്ടാതെ വന്നപ്പോ പിതൃക്കള് ബ്രഹ്മസഭയിൽ ചെന്ന് സങ്കടം ഉണർത്തിക്കുന്നു. അപ്പൊ ബ്രഹ്മാവ് ധ്യാനത്തിലൂടെ ഒരു കന്യകയെ സൃഷ്ടിക്കുക. അങ്ങനെ വിദ്യാഗുണം രൂപഗുണമൊക്കെയുള്ള ചെമ്പകപ്പൂ നിറം പത്മനേത്രയായ പത്മാസനയായി വിളങ്ങുന്ന ആ സുന്ദരിയെ പിതൃക്കൾക്ക് പത്നിയായിട്ട് നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു സ്വതാന്തമായിട്ട് ഏതൊരു മന്ത്രം ചൊല്ലുമ്പോഴും പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ സ്വതാന്തമായി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ദാനമൊക്കെ നടത്തുമ്പോൾ ഇല്ലേ, സാത്ത ദിവസം ബ്രാഹ്മണർക്ക് അതൊക്കെ കൊടുക്കുമ്പോ വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മനുക്കള്, മുനിമാര്, വിപ്രന്മാര്, ദേവന്മാര്, പിതൃക്കളെല്ലാവരും സ്വതയെ വാഴ്ത്തി തുതിച്ചു. പിതൃ ദേവത ആഹൂതികളില് സ്വതാ സ്വാഹ പോലെ ശ്രേഷ്ഠമാണ് ദക്ഷിണ അല്ലേ. സ്വാഹ, സ്വത, ദക്ഷിണ, ഇവര് 3 പേരും. അപ്പൊ ദക്ഷിണയില്ലാത്ത യജ്ഞം നിഷ്ഫലമാണ്. എന്നിട്ട് സ്വതാ പൂജാവിധിയെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ ഭഗവാൻ ആദിനാരായണമൂർത്തി നാരദനോട് പറഞ്ഞു, അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ, പിന്നെ ചോദിച്ചത് കൊണ്ട് പറയാം എന്ന് പറഞ്ഞിട്ട് മാഘമാസം ഇല്ലേ, മാഘമാസം എന്ന് പറയുമ്പോൾ കുംഭമാസം, കുംഭമാസത്തിലെ കൃഷ്ണ ത്രയോദശി ദിവസം സ്വതയെ പൂജിച്ച് ശ്രാദ്ധമൂട്ടണം. സ്വതാ മന്ത്രം
എന്താണ് ഓം ക്രീം ശ്രീം ക്ലീം സ്വതാദേവിയെ സ്വാഹ എന്ന് ചൊല്ലി സ്തുതിക്കണം. അങ്ങനെ നമസ്കരിക്കണം. സ്വത എന്ന് ഉച്ചരിച്ചാൽ തന്നെ സർവപാപ വിമുക്തി ഉണ്ടാകും. അതുപോലെ അനേക യാഗങ്ങളുടെ ഫലം, അനേക തീർത്ഥങ്ങൾ സേവിച്ച ഫലം എന്ന് പറഞ്ഞു. പിന്നെ സ്വധാ 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 എന്ന് 3 പ്രാവശ്യം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധ ബലി തർപ്പണത്തിന്റെ ഫലം ഉടൻ ലഭിക്കും എന്ന് പറഞ്ഞു. അതുപോലെ സ്വധാസ്തോത്രം അല്ലെ, നമ്മൾ ശ്രദ്ധയോട് ചെയ്യുന്ന കർമ്മത്തെ ആണല്ലോ ശ്രാദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രദ്ധയോടെ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ജപിക്കാനോ ഒക്കെ സാധിക്കാതെ വരുന്ന അവസരങ്ങളില് സ്വധാസ്തോത്രം ശ്രദ്ധിച്ച് ചെവികൊണ്ട് കേട്ടാൽ തന്നെ ശ്രാദ്ധ ദിവസം അതിന്റെ ഫലം ലഭിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവ് സ്വധാദേവിയെ പിതൃക്കൾക്ക് നൽകി. പിതൃക്കളെ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. അങ്ങനെ സ്വധാസ്തോത്രം ജപിക്കുക അല്ലെ കേൾക്കുക ഒക്കെ ചെയ്യുന്നവൻ തത്വസിദ്ധ സ്ഥാന ഫലം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നീട് 45-ാമത്തെ അധ്യായത്തില് ദക്ഷിണോപാഖ്യാനമാണ്. ഗോലോകത്ത് രാധയെ പോലെ തന്നെയായ സുശീല, അപ്പോ അവള് ഭഗവാനുമായിട്ട് ക്രീഡിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രാധാദേവി അവിടെ വന്നു. രാധാദേവി പിണങ്ങുമെന്ന് വിചാരിച്ച് ഭഗവാൻ പെട്ടെന്ന് അവിടുന്ന് അന്തർധാനം ചെയ്യുക. അപ്പോ സുശീലയുടെ കൂട്ടുകാരായ ഗോപികമാരൊക്കെ ചെന്ന് രാധയുടെ പാദത്തില് ദേവി രാധാറാണി പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞു. സുധാമാവും ലക്ഷക്കണക്കിന് ഗോപന്മാരുമായി രാധയുടെ പാദത്തില് ക്ഷമ ചോദിക്കുന്നു. അപ്പോ തന്റെ കാന്തൻ മറിഞ്ഞതായി കണ്ട ഉടനെ സുശീല പെട്ടെന്ന് ഒളിക്കാനായിട്ട് നോക്കി. ആ സമയത്ത് സുശീലയെ രാധാദേവി ശപിക്കുകയാണ്. ഇന്ന് തൊട്ട് സുശീല ഗോലോകത്ത് വീണ്ടും എത്തിയാല് ആ നിമിഷം വെണ്ണീറായിട്ട് ഭവിക്കുമെന്ന് വർദ്ധിച്ച കോപത്തോടുകൂടി ശാപം നൽകുന്നു. അങ്ങനെ ഭഗവാനെ കാണാതെ വിരഹം സഹിക്കവയ്യാതെ രാധാറാണി ഇങ്ങനെ ഓരോ നിമിഷവും അല്ലെ, രാധയെ പേടിച്ചാണ് ഭഗവാൻ മറിഞ്ഞത്. ഇപ്പൊ വിരഹാതുരയായിക്കൊണ്ട് അല്ലെ, യുഗായുധം നിമിഷേണ ചക്ഷുഷാ പ്രാവിഷായുധം ശൂന്യായുധം ജഗൽ സർവം ഗോവിന്ദ വിരഹേണമെന്ന് ചൈതന്യാഷ്ടകത്തിൽ കാണാം. ഹേ കൃഷ്ണ ക്വാസി ക്വാസി മഹാഭുജാ ദാസ്യാസ്തേ കൃപണായാമേ സഹേ ദർശ്യ സന്നിധിം എന്ന് ഭാഗവതം. അപ്പോ പ്രാണനാഥ എത്രയും വേഗം എൻ്റെ അടുത്ത് എത്തിച്ചേരും. എന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഭഗവാനുമായിട്ട് പിരിഞ്ഞാലുള്ള ദുഃഖങ്ങളെയൊക്കെ അവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് പറയാണ്, 1,00,000 കോടി ഗോപന്മാർക്കും അതുപോലെ ഗോപിമാർക്കും അനേകം കോടി ബ്രഹ്മാണ്ടങ്ങൾ, എത്രയോ കോടി ബ്രഹ്മാണ്ടങ്ങൾ നമ്മുടെ ഇതിലുണ്ട്. അതൊക്കെ ഗോലോകം കണ്ടെത്തി വർണ്ണിക്കും അല്ലേ ഭാഗവതത്തില്. അപ്പോ ഈ ബ്രഹ്മാണ്ടങ്ങളിലൊക്കെ ജീവിക്കുന്ന ജനങ്ങൾക്കും അതുപോലെ ഈ വിശ്വം മുഴുവൻ ഗോലോകം വരെയും ഞാൻ നാഥയായത് ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണോ അല്ലെങ്കിൽ കാരുണ്യത്താലാണോ? ഭഗവാനെ ഒരു നിമിഷം ശ്രീചാബല്യത്താൽ ഞാൻ തെറ്റ് ചെയ്തു പോയി, എത്രയും വേഗം എന്റെ അരികിൽ വന്നാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധ ഒരു വാവിട്ട് നിലവിളിച്ച് ഭക്തിയോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ചു. ഈ സമയത്ത് ദക്ഷിണാദേവി ഗോലോകം വിട്ട ചിരകാല തപസ്സിനാൽ ലക്ഷ്മി ദേവിയുടെ ശരീരത്തിൽ പ്രവേശിക്കാം. അപ്പൊ ദുഷ്കരമായ യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടും ഫലമില്ലാതെ യജ്ഞദേവതകളൊക്കെ ബ്രഹ്മസവിധത്തിൽ എത്തുകയും ബ്രഹ്മാവ് വിഷ്ണുവിനെ ഭക്തിപൂർവ്വം ധ്യാനിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയുടെ ദേഹത്തിൽ നിന്ന് ദക്ഷിണ എന്ന മർത്യലക്ഷ്മിയെ ഭഗവാൻ ബ്രഹ്മാവിന് നൽകുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് അവളെ ദക്ഷിണ കർമ്മപൂർത്തിക്കായിട്ട് യജ്ഞന് നൽകുകയാണ്. അപ്പൊ ലക്ഷ്മി ദേവിയുടെ അംഗത്തിൽ നിന്ന് ജനിച്ചവളാണ് ബ്രഹ്മപൂജിതയായ ദക്ഷിണ എന്ന് പറഞ്ഞു. അതിനുശേഷം ബ്രഹ്മാവിന്റെ ആജ്ഞയനുസരിച്ച് യജ്ഞന് പത്നിയായിട്ട് സ്വീകരിച്ചു. ശ്രീമൽ ഭാഗവതം 4ാം സ്കന്ധത്തിൽ കാണാം, ആഹൂതി ദേവിയെ രുചി പ്രജാപതിക്ക് വിവാഹം കഴിക്കുമ്പോൾ അവിടെ യജ്ഞനും ദക്ഷിണയും ഉണ്ടായി എന്ന് കാണാൻ സാധിക്കും. ആ സമയത്ത് പലരും ചോദിക്കാറുണ്ട്, ടിങ്സ് അല്ലേ ഇല്ലേ, ഒരേ അമ്മയ്ക്കും അച്ഛനും ജനിച്ചവരല്ലേ, പിന്നെ അവരെങ്ങനെ ഇതാവും എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ സാധാരണ രീതിയിലല്ല അതിനെ ഭഗവാന്റെ കഥകളെ നമ്മൾ കാണാൻ സാധിക്കുക. യജ്ഞൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ അംശമാണ്, ദക്ഷിണ മഹാലക്ഷ്മിയുമാണ്. ഏതായാലും 100 വർഷം അങ്ങനെ യജ്ഞനും ദക്ഷിണയും ദാമ്പത്യത്തില് ജനിച്ച പുത്രനാണ് ആര്? കർമ്മങ്ങളുടെ ഫലം. ഇപ്പൊ കർമ്മപൂർത്തിയില് എപ്പോഴും ആ പുത്രൻ ഫലം നൽകുന്നു. ഇപ്പൊ വേദജ്ഞര് പറയും, ഫലം നൽകുന്ന മകനും ദക്ഷിണ എന്ന പത്നിയും ചേർന്ന് കർമ്മത്തിന്റെ ഫലമൊക്കെ യജ്ഞന് നൽകുന്നു. അമ്മ ഏത് കർമ്മം ചെയ്താലും കർമ്മപൂർത്തിക്കായിട്ട് ദക്ഷിണ ചെയ്യണം. ദക്ഷിണ ചെയ്താൽ ഫലം വേഗത്തില് സിദ്ധിക്കുന്നു എന്ന് വേദത്തിലൊക്കെ പറയുന്നത് ഇവിടെ സ്മരിച്ചു. അല്ലെങ്കിൽ ദക്ഷിണ ചെയ്തില്ലെങ്കിൽ ആ കർമ്മം നിഷ്ഫലമായിട്ട് തീരുന്നു എന്ന് പറഞ്ഞു.
ദക്ഷിണാദേവിയുടെ മന്ത്രമാണ് പിന്നീട് നാരദൻ ചോദിച്ചത്. ഓം ശ്രീം ക്ലീം ക്രീം ദക്ഷിണായൈ സ്വാഹ എന്ന ഭക്തിയോടെ പൂജിച്ചാൽ സർവകർമ്മത്തിന്റെയും ഫലം ലഭിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് 46-ാമത്തെ അധ്യായത്തിൽ ഷഷ്ടി ഉപാഖ്യാനമാണ്. ഷഷ്ടി ഇല്ലേ, മൂലപ്രകൃതിയുടെ ഷഷ്ടാംശത്തിൽ നിന്നാണ് ഷഷ്ടി ദേവി ഉണ്ടായത്. അപ്പൊ വിഷ്ണുവിന്റെ ബാലാധിഷ്ഠാധിഷ്ഠാത ദേവതയാണ്. അതുപോലെ മാതാക്കളില് കീർത്തിയുള്ള ദേവസേനയാണ്. അപ്പൊ സ്കന്ദന് അഥവാ സുബ്രഹ്മണ്യന് പ്രാണനേക്കാൾ പ്രിയമേറുന്ന ദേവിയാണ് ഷഷ്ടി ദേവി അല്ലെ. അടുത്തിരുന്ന അമ്മയെ പോലെ ബാലന്മാരെ വളർത്തുന്ന, ബാലന്മാർക്ക് ആയസ്സൊക്കെ നൽകുന്ന, യോഗസിദ്ധി നൽകുന്നവളാണ്. അതുകൊണ്ടാണ് അമ്മമാരൊക്കെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഷഷ്ടി വ്രതമൊക്കെ നോക്കുന്നത്. എന്നിട്ട് ആ കഥ പറയുകയാണ്. അതായത് സ്വയംഭൂമനുവിന്റെ പുത്രൻ പ്രിയവ്രതന് വിവാഹത്തിലൊന്നും താല്പര്യമില്ലായിരുന്നു. എന്നാൽ മുത്തശ്ശനായ രമാവിന്റെ ആജ്ഞയാല് വിവാഹമൊക്കെ കഴിച്ചു. എന്നാൽ സന്താന ഭാഗ്യം ഉണ്ടാവാതിരുന്നപ്പോ കശ്യപന് പുത്രകാമേഷ്ടി യാഗം കഴിപ്പിക്കുന്നു. പക്ഷേ പുത്രകാമേഷ്ടി യാഗമൊക്കെ കഴിച്ചെങ്കിലും ഇതാ ഒരു ദിവസം പ്രിയവ്രതന്റെ പത്നി ഒരു ചത്ത കുഞ്ഞിനെ പ്രസവിക്കുക. അപ്പോ ബന്ധുക്കളും എല്ലാവരും വാവിട്ട് നിലവിളിക്കുന്നു. അമ്മയാണെങ്കിൽ മൂർച്ഛിച്ചു വീണു. മകനെ കയ്യിലേന്തിക്കൊണ്ട് പ്രിയവ്രത രാജാവ് നെഞ്ചോട് ചേർത്ത് ചുടല കാട്ടിലേക്ക് പോയി പൊട്ടിക്കരയാം. ആ സമയത്ത് ഭഗവത്ഗീത അല്ലെ ജ്ഞാനം ഒക്കെ മറന്നുല്ലേ, ജാതസ്യ ധ്രുവം മൃത്യും ധ്രുവജന്മ വൃതസ്യജാന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ചത്ത മകനെ കണ്ടുള്ള വേദനയോടുകൂടി വളരെ ദുഃഖിതനായി കുഞ്ഞിനെ ഉപേക്ഷിക്കാനാവാതെ സ്വയം ഒന്ന് പ്രാണൻ ത്യജിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആത്മഹത്യാശ്രമം നടത്തുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ശ്രേഷ്ഠമായ ഒരു വിമാനം അവിടെ ആവിർഭവിച്ചു. ആ വിമാനത്തില് നിത്യയൗവന സുന്ദരി ചെമ്പകപ്പൂവിന്റെ നിറത്തോടുകൂടി ഭക്താനുഗ്രഹദായിനിയായ യോഗമായി അവിടെ കാണുകയാണ്. അപ്പൊ കുഞ്ഞിനെ പെട്ടെന്ന് താഴെ വെച്ചിട്ട് നമ്മുടെ രാജാവ് ആ ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്, ആരുടെ പത്നിയാണ് എന്നൊക്കെ ചോദിക്കുമ്പോ ബ്രഹ്മാവിന്റെ മാനസിക കന്യകയായ ദേവസേനയാണ് ഞാന്. മാതാക്കളില് പ്രമുഖിയാണ്. ബ്രഹ്മാവ് എന്നെ സ്കന്ദന് നൽകി, അതുകൊണ്ട് സ്കന്ദ പത്നി എന്ന് എന്നെ പേര് പറയും. മൂലദേവിയുടെ ഷഷ്ടാംശയായാൽ ഷഷ്ടി എന്നും എനിക്ക് പേരുണ്ട്. പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക് പുത്രനെ കൊടുക്കുന്നു, ദരിദ്രനായിട്ട് പാവപ്പെട്ടവർക്ക് ഞാൻ ധനം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ദേവി പറയുകയാണ്, സ്വയംഭുവന്റെ മകനായി 3 ലോകങ്ങളിലും പ്രസിദ്ധനായ നീയ എന്റെ പൂജ ചെയ്യിക്കുക, അതുപോലെ നീയും എന്നെ സർവദാ പൂജിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതാ നിന്റെ കുലത്തിന്റെ പത്മമായ അല്ലേ, കുലത്തിന്റെ ആ പത്മമായ താമര പോലെയുള്ള കുമാരനെ ഞാൻ നിനക്ക് നൽകാം. ഇവനാരാണ്? മുജ്ജന്മത്തെ സ്മരിക്കുന്ന ഇവന് നാരായണ അംശമാണ്. സൂറതൻ എന്നാണ് ഇവന്റെ പേര്. ഞാൻ പറയുന്നത് പോലെ ദേവീ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണ്ഡിതോത്തമനായി യോഗവര്യനായി 100 യാഗമൊക്കെ ചെയ്യുന്ന, അതുപോലെ ജ്ഞാനികൾക്കും യോഗികൾക്കും ഒക്കെ സിദ്ധരൂപിയായിട്ട് ലോകോത്തര യശസ്വിയായിട്ട് മാറും എന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ശരി, അവിടുന്ന് പറയുന്നത് പോലെ ഞാൻ ദേവീ ഭാഗവതം അതുപോലെ ദേവിയെ സംബന്ധിച്ചുള്ള അല്ലെ പഞ്ചമസ്കന്ധത്തില് ഏതാണ്ട് 8-ാമത്തെ അധ്യായം മുതൽ അധ്യായം തീരുന്ന 33 വരെയുള്ള അധ്യായങ്ങളിലൂടെ ദേവിയുടെ ഉൽപ്പത്തി കഥനവും ദേവീ മഹാത്മ്യവും ഒക്കെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പാരായണം ചെയ്തു കൊള്ളാം, ദേവീക്ഷേത്രമൊക്കെ നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ ഇതാ ആ കുഞ്ഞിനെ ജീവൻ കൊടുത്ത ആ ഷഷ്ടി ദേവി ദേവസേന അവിടെ ആ രാജാവിന് നൽകി. അങ്ങനെ ലോകോത്തര വിശ്വോത്തമനായി യശസ്വിയായി തീരുമെന്ന് പറഞ്ഞു അനുഗ്രഹിച്ച് കുഞ്ഞിനെ നൽകുന്നു. വൃശ്ചിക മാസത്തിലെ വെളുത്ത വർഷത്തിലെ ഷഷ്ടിയാണ് സ്കന്ദഷഷ്ടിയായിട്ട് ആഘോഷിക്കുന്നത്. ഓം ഹ്രീം ഷഷ്ടി ദേവിയെ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഷഷ്ടി ദേവിയുടെ മന്ത്രത്തെ ആദിനാരായണമൂർത്തി നാരദന് ഉപദേശിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് രോഗമൊക്കെ വരുമ്പോ രോഗശാന്തിക്ക് ഈ മന്ത്രം ജപിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് പറയാം. പിന്നീട് 47-ാം അധ്യായത്തിൽ മംഗളചണ്ഡി, മംഗളങ്ങളിൽ മംഗളയാണ് മംഗളാദേവി. ഭൂമിയുടെ പുത്രനായ മംഗളനാൽ സദാ പൂജിതയായതിനാലാണ് ഈ സർവ അഭീഷ്ടങ്ങളും നൽകുന്ന ദേവിക്ക് മംഗളചണ്ഡിക എന്ന പേര് വന്നത്. ത്രിപുരന്മാരോട് മഹാദേവൻ യുദ്ധം ചെയ്ത അവസരത്തില് മഹാവിഷ്ണുവും ബ്രഹ്മദേവനും വന്ന് പറയുകയാണ് ചണ്ഡിയാദേവിയെ സ്മരിക്കാൻ. അങ്ങനെ ചണ്ഡിയാദേവിയുടെ സ്മരണയോടുകൂടി ആ ദൈത്യന്മാരിൽ നിന്ന് ത്രിപുരാദഹനം ജയിക്കാനായിട്ട് മഹാദേവന് സാധിക്കുകയാണ്. ഇത് ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിൽ നമുക്ക് 10-ാം അധ്യായത്തിൽ കാണുന്നത്. ത്രിപുരന്മാരെ ഓരോരുത്തരെയായിട്ട് കൊല്ലുമ്പോൾ അവിടെ ഒരു സിദ്ധജലം സിദ്ധ തടാകം
ആ സിദ്ധജലത്തിലേക്ക് തടാകത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അവര് വീണ്ടും വീണ്ടും ജീവിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ബ്രഹ്മാവും മഹാവിഷ്ണുവും പശുവും പശുക്കുട്ടികളുമായിട്ട് ചെന്ന് ആ സിദ്ധജലം വലിച്ചു കുടിച്ച് തീർക്കുമ്പം പിന്നെ ത്രിപുരന്മാരെ ദയിപ്പിക്കാൻ കഴിയും എന്നങ്ങനെ വ്യത്യസ്തമായിട്ടുണ്ട് ഭാഗവതത്തിലും ദേവീഭാഗവത്തിലും തമ്മിൽ. പിന്നീട് മനസ്സോപാഖ്യാനമാണ്, മനസ്സ ദേവിയുടെ കഥയാണ്. അപ്പോ പണ്ട് സർപ്പശല്യമൊക്കെ സഹിക്കാൻ വയ്യാതെ ജനങ്ങളെല്ലാം കൂടെ ചെന്ന് കശ്യപമുനിയെ അഭയം പ്രാപിച്ചു. അപ്പൊ ബ്രഹ്മാവ് ഉപദേശിച്ചതായ ബീജാക്ഷര മന്ത്രങ്ങളാല് ഒരു കന്യയെ സൃഷ്ടിക്കുക. അപ്പോ ആ കന്യ കൈലാസത്തിൽ പോയി 1000 ദിവ്യ സംവത്സരം തപസ്സനുഷ്ഠിക്കുകയാണ്. അങ്ങനെ മഹാദേവൻ വളരെ മഹാജ്ഞാനമൊക്കെ കൊടുത്തു, അതുപോലെ സാമവേദമൊക്കെ പഠിപ്പിച്ചു. മഹാദേവന്റെ ആജ്ഞാല് ഈ കന്യക പുഷ്കര തീർത്ഥത്തിൽ പോയി 3 യുഗം തപസ്സനുഷ്ഠിക്കാം. ആ തപസ്സിന്റെ ഫലമായി ശ്രീകൃഷ്ണ ഭഗവാൻ ദർശനം കൊടുത്തു. അങ്ങനെ കശ്യപന് മനുക്കൾക്ക് നൽകുകയാണ്. കശ്യപൻ പിന്നീട് അവളെ ജരൽക്കാരു എന്ന മുനിക്ക് നൽകുകയാണ്. അപ്പോ ജരൽക്കാരു മുനിക്ക് നൽകി കഴിഞ്ഞപ്പോ ഒരു ദിവസം ഒരു സംഭവം, അങ്ങനെ ജരൽക്കാരു മുനിയും മാനസ ദേവിയും തമ്മില് കഴിയുന്നതായ കാലത്ത് ഒരു സംഭവം ഉണ്ടാവുകയാണ്. വിവാഹ സമയത്തെ പറഞ്ഞിരുന്നു, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് എന്നെ പ്രലോഭിപ്പിക്കരുത്, ഞാൻ എന്ത് ശരി ചെയ്താലും തെറ്റ് ചെയ്താലും അതിന് എതിരായിട്ട് പറയരുതെന്നൊക്കെ വാക്ക് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, എന്നെ ഉണർത്തരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സൂര്യൻ അസ്തമിക്കാറായി, നിത്യകർമ്മങ്ങള് ഇല്ലേ ഒക്കെ അനുഷ്ഠിക്കേണ്ട സന്ധ്യാവന്ദനാദികള് ചെയ്യേണ്ട സമയമായിട്ടും ഭർത്താവ് ഉണരാത്തത് കൊണ്ട് ധർമ്മനാശം വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പെട്ടെന്ന് ഉണർത്തിയ സമയത്ത് ജരൽക്കാരു മുനി ഇതാ ദേവിയെ ശപിച്ചു. എന്നെ ഉണർത്തിയത് കൊണ്ട് ഇതാ ഞാനിതാ എന്നെ വിട്ടു നീ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോ അത് സാധ്യമല്ല, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ധർമ്മലോഭം വരുമല്ലോ, അവർക്ക് അവിടത്തേക്ക് സന്ധ്യാവന്ദനം മുടങ്ങുമല്ലോ, ധർമ്മലോഭം വരുമെന്ന് വിചാരിച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഈ സമയത്ത് തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി വാസുകി, മനസ്സയുടെ സഹോദരനായ വാസുകി അവിടെ വന്നിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ഏതായാലും പറഞ്ഞു ഒരു പത്നിയെ സംബന്ധിച്ച് ഒരു പുത്രഭാഗ്യം ഇല്ലേ, സന്താനഭാഗ്യം വളരെ ഇതാണ് എന്ന് പറഞ്ഞപ്പോ ജരൽക്കാരു മുനിയുടെ അനുഗ്രഹത്തോടുകൂടി ഇപ്പൊ തന്നെ ഗർഭം ധരിച്ചിട്ടുണ്ട്. അധികം താമസിയാതെ ഗുരുവിലും ഇഷ്ടദേവനിലും സ്വന്തം പതിയിലുമൊക്കെ അമ്മയ്ക്ക് വർദ്ധിച്ച ഭക്തി ഉള്ളത് കൊണ്ട് ആസ്തികൻ എന്ന ഒരു കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു. കർക്കിടകത്തിലെ സംക്രാന്തി, അതുപോലെ നാഗപഞ്ചമി, സന്താനലബ്ധി, ധനധാന്യ സമൃദ്ധിയൊക്കെ ഈ അതുപോലെ സർപ്പഭയം ഇല്ലാതാകാനും ഒക്കെ ഈ മനസ്സോപാഖ്യാനം വളരെ ശ്രേഷ്ഠമാണെന്ന് മുനികള് പറയുന്നു. അതുപോലെ പിന്നീട് പറയപ്പെടുന്നത് ഇവിടെ ആസ്തിക്യ മുനി വന്ന സർപ്പയാഗം, അതായത് ജനമേജയനോടാണല്ലോ കഥ പറഞ്ഞു കൊടുത്തിട്ടാണ് സന്ദർഭം തുടങ്ങുന്നത്. അങ്ങനെ വരുന്ന സന്ദർഭത്തില് അവിടെ പറയുന്നുണ്ട്, എന്താണ് പിന്നെ ജനമേജയന്റെ സർപ്പയാഗം നടന്നുകൊണ്ടിരിക്കുമ്പോ സർപ്പയാഗം തടസ്സം ചെയ്യാനായിട്ട് അവിടെ ആസ്തിക്യ മുനി വരുന്ന സന്ദർഭം, അതായത് പരിശുദ്ധ മഹാരാജാവിന്റെ മകനാണല്ലോ ജനമേജയൻ. അപ്പോ അച്ഛൻ ദർശകൻ കടിച്ചാണ് മരിച്ചത് എന്നൊക്കെ അറിഞ്ഞിട്ട് സർപ്പയാഗം അങ്ങനെ ജനമേജയൻ നടത്തുക. ആ സർപ്പസദസ്സിൽ വെച്ചാണ് ഈ മഹാഭാരതം കഥയും ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവിടെ ആസ്തിക്യ മുനി വന്നിട്ട് സർപ്പയാഗം നിർത്താനായിട്ട് പറയുന്നു. അപ്പൊ കാരണം കദ്രു ഇല്ലേ, വാസുകിയുടെയൊക്കെ അമ്മയായ കദ്രുവും വിനതയും തമ്മിലുള്ള ഒരു, ഇതൊക്കെ പറയാൻ സമയമുണ്ടോ? അപ്പൊ കദ്രുവും വിനതയും തമ്മിലുള്ള ഒരു തർക്കം ഇല്ലേ, സൂര്യന്റെ കുതിരയുടെ നിറം വെളുത്തതാണെന്നും അതല്ല കറുത്തതാണെന്നും അവർ തമ്മിൽ ഒരു തർക്കം. അപ്പൊ കദ്രു നാഗങ്ങളുടെ അമ്മയാണല്ലോ, ആ വാലിൽ പോയി അടിച്ചു കിടക്കാൻ പറയുന്നു. എന്നാൽ ശ്രേഷ്ഠരായ വാസുകി, അതുപോലെ ശേഷൻ, അനന്തൻ തുടങ്ങിയ നാഗങ്ങള് അതിന് തയ്യാറായില്ല. ആ സമയത്ത് അവരെ ശപിക്കുകയാണ്, നിങ്ങള് ജനമേജയന്റെ സപ്തത്തിൽ പോയി വെന്തു വെണ്ണീറാവട്ടെ എന്ന് കദ്രു ഈ ശേഷനാഗങ്ങളെയും വ്യാസുവിയും ഒക്കെ ശപിക്കുകയാണ്. അങ്ങനെ ജനമേജയന്റെ സർപ്പയാഗം നടക്കുമ്പോ എല്ലാവരും പേടിച്ച സർപ്പവംശം തന്നെ ഇല്ലാതാവും എന്ന് പറയുന്ന അവസരത്തിൽ വാസുകി സഹോദരിയായ മനസ്സയോട് ചെന്ന് പറയുകയാണ്, എത്രയും വേഗം നീ പുത്രനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറയണം, സർപ്പയാഗം നിർത്തണം എന്നൊക്കെ പറഞ്ഞു. അതനുസരിച്ച്
സർപ്പയാഗം അവിടെ നിർത്തുക. അങ്ങനെ ആ മാനസാദേവിയുടെ കഥയും പറഞ്ഞ് അപ്പോ സൂര്യദേവനെയൊക്കെ ഇവിടെ ശപിക്കുന്നുണ്ട് മുനി. അപ്പൊ സൂര്യനും പറയാ എന്നെ ശപിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ തെറ്റ് ഞാനല്ല ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവിടെ സൂര്യനും ആടും മാപ്പ് പറയുന്നതായ രംഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ സൂര്യാസ്തമയ കാലത്തെ ധർമ്മഭയം കൊണ്ടാണ് അങ്ങയുടെ ആ സ്വാധി, അങ്ങയുടെ പത്നി അങ്ങയെ ഉണർത്താനായിട്ട് ശ്രമിച്ചത് എന്നൊക്കെ അവിടെ പറയുന്നതായ രംഗങ്ങള്. ഏതായാലും സിദ്ധയോഗിനിയായും അതുപോലെ ധന്വന്തരജീയനായിട്ടും ഒക്കെ അവിടെ പറയാം. അപ്പോ ഇന്ദ്രൻ പിന്നീട് ആ മനസാദേവിയെ പൂജിച്ചു. കാരണം സർപ്പസത്രമൊക്കെ അവിടെ ആസ്തിക്യം വന്നപ്പോ സർപ്പസത്രം അവിടെ നിർത്തുകയാണ്. അപ്പൊ തക്ഷകൻ ഉൾപ്പെടെ ഉള്ളത് വെന്ത് വെണ്ണീറാകുന്നതിന് മുമ്പ് അവിടെ ആസ്തിക്യമുനി വന്നതുകൊണ്ട് രക്ഷിക്കാനായിട്ട് സാധിച്ചു. എന്നിട്ട് പിന്നീട് സുരഭി ഉപാഖ്യാനാണ് പിന്നീട് ഒരധ്യായത്തിലൂടെ പറയുന്നത്. അപ്പോ ലക്ഷ്മി ദേവിയുടെ അംശവും കാമധേനുവുമായ സുരഭിയുടെ കഥ അല്ലെ, ഗോലോകത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നന്ദിനി, കാമധേനു എന്നൊക്കെ. അപ്പോ അവളുടെ ജന്മചരിത്രത്തെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അപ്പോ വൃന്ദാവനത്തില് അങ്ങനെ ഗോക്കൾക്കെല്ലാം നാഥയായ ആ രാധാറാണിയോടൊപ്പം ഗോപീവൃന്ദങ്ങളോടൊപ്പം ഭഗവാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരാഗ്രഹം, അല്പം പാല് കുടിക്കണം എന്ന ആഗ്രഹം ഉണ്ടായി. അപ്പോ ഭഗവാന്റെ വാമപാർശ്വത്തിൽ നിന്ന് ഒരു ലീലയോടുകൂടി ഭഗവാൻ കാമധേനുവിനെ സൃഷ്ടിച്ചു. അപ്പോ മനോരഥം എന്ന പേരുള്ള ഒരു കാളക്കുട്ടിയെയും അവിടെ സൃഷ്ടിച്ചു. അപ്പൊ അമൃതം പോലും തോൽക്കുന്ന ആ പരിശുദ്ധമായ ക്ഷീരം ജന്മ മൃത്യു ജര ഒക്കെ ഇല്ലാതാക്കുന്നതാണ്. അപ്പൊ ഭഗവാന്റെ കൂട്ടുകാരനായ സുധാമാവ് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഈ പാലിങ്ങനെ കറന്നെടുക്കുകയാണ്. ഈ സമയത്ത് പാത്രം മറിഞ്ഞു. അതിന്റെ ഫലമായിട്ട് ഒരു പാൽ തടാകവും ഉണ്ടായി എന്ന് പറയാം. അതിനുശേഷം ആ പശുവിന്റെ അതായത് കാമധേനുവിന്റെ ശരീരത്തിൽ നിന്ന് രോമങ്ങൾ തോറും എത്ര ഗോപന്മാരുണ്ടോ അവരുടെ അത്ര ലക്ഷം കോടി പശുക്കൾ ഉണ്ടായി. അങ്ങനെ എണ്ണമറ്റ പശുക്കിടാങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ലോകത്ത് മുഴുവൻ ഗോക്കളുടെ വംശമുണ്ടായത് പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണന്റെ കൽപ്പനയാല് 3 ലോകങ്ങളും ദീപാവലിയുടെ പിറ്റേന്ന് ഇന്നും ഗോപാഷ്ടമി ഒക്കെ ഗോപൂജയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ കാമധേനുവിനെ ഒരു മൂലമന്ത്രം അല്ലെ, ഓം സുരഭ്യൈ നമ എന്ന മൂലമന്ത്രം നാരദന്റെ നിർദ്ദേശപ്രകാരം ആദിനാരായണമൂർത്തി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഗോമാതാവായി ആദ്യയായി ഗോക്കൾക്ക് അധിഷ്ഠാന ദേവതയായി പ്രപഞ്ചമെല്ലാം ശുദ്ധമാക്കുന്ന പുണ്യരൂപിണിയായ ലക്ഷ്മി സ്വരൂപിയായി രാധയുടെ സഹചാരിണിയായി കാമധേനു ഞാൻ നിന്നെ ഭജിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് സ്തുതികളൊക്കെ കേട്ടപ്പോ ജഗന്മാതാവ് ബ്രഹ്മലോകത്തില് പ്രത്യക്ഷപ്പെട്ട് ഇന്ദ്രന് ഇഷ്ടവരം നൽകുന്നു. എന്നിട്ട് ഗോലോകത്തേക്ക് കാമധേനു തിരിച്ച് പോവുകയും ചെയ്യുന്നു. ദേവന്മാര് തങ്ങളുടെ ഗൃഹത്തിലെല്ലാം പ്രവേശിച്ചു. പെട്ടെന്ന് വിശ്വം സമസ്തവും ക്ഷീരപൂർണമായിട്ട് മാറുന്നു. പാലും നെയ്യും യജ്ഞവും ഒക്കെ ആയിട്ട് വേദസംഘം അതില്ലെന്നുള്ള ദുഃഖമായിരുന്നല്ലോ ഇടക്കാലത്ത് അല്ലെ. ഇപ്പൊ എല്ലാം സമ്പൽ സമൃദ്ധിയായി ദേവസ്വന്മാരെല്ലാം സുഖം അനുഭവിച്ചു. അപ്പോ വൻ പുണ്യമേകുന്ന ഈ സ്തോത്രം ആരാണോ പഠിക്കുന്നത് അവർക്ക് ധാരാളം ഗോസമ്പത്ത്, അതുപോലെ പുത്രന്മാര് കീർത്തി ഉള്ളവനായി തീരും. തീർത്ഥസ്നാന ഫലങ്ങളും യജ്ഞ ദീക്ഷ എല്ലാ ഫലങ്ങളും ഇഹലോക ആനന്ദവും അനുഷ്ഠിച്ച് ഗോലോകത്തെ പ്രാപിക്കും. എന്നിട്ട് വളരെ കാലം ഗോലോകത്ത് എത്തിച്ചേർന്ന അല്ലെ, പാലാഴിയും അതുപോലെ തന്നെ ദ്വാരകയും വൃന്ദാവനവും ഒക്കെ അതിനെക്കാട്ടി ശ്രേഷ്ഠമായിട്ട് അപ്പുറത്തെ ഗോലോകത്ത് നിന്നാണ് 84 കോശം ഭൂമിയിലേക്ക് വൃന്ദാവനവും ഗോവർദ്ധനവും രാധാറാണിയുടെ താല്പര്യപ്രകാരമാണ് ഉണ്ടായത് എന്ന് ഗദ്ദഭാഗവതത്തിൽ കാണാം. ഏതായാലും അങ്ങനെ നിങ്ങൾ ഗോലോകത്ത് ചെന്ന് കൃഷ്ണ സേവനമൊക്കെ നടത്തും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പുനർജന്മമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പറയുന്നത് രാധാ ദുർഗാ പൂജാ വിധിയെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അപ്പോ ആദ്യം രാധാ മന്ത്രം പറയാണ്, രാധാദേവിയെ സ്മരിക്കാൻ അല്ലെ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ എന്ന് ഗദ്ദഭാഗവതത്തിൽ പറയുന്നു. ഇവിടെ ആദ്യം ആ രാധാമന്ത്രം പറയാം, കേൾക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രഹ്മാവും വിഷ്ണുവും പോലും എന്നും ചൊല്ലുന്ന ഈ രാധാമന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ്.
ഹ്രീം രാധായേ സ്വാഹ എന്ന 6 അക്ഷരമുള്ള മന്ത്രം ജപിച്ചാല് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങള് ലഭിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് കോടിക്കണക്കിന് അതായത് 1000 നാവുള്ള അനന്തന് പോലും രാധയുടെ മാഹാത്മ്യം വർണ്ണിക്കാന് സാധ്യമല്ല. നമ്മൾ 39ാമത്തെ അധ്യായത്തിലും രാധാദേവിയെ സ്മരിക്കുന്നുണ്ട്. അതായത് ഭഗവാന്റെ ഒരു ഭാഗം രാധാറാണിയായിട്ടും ഒരു ഭാഗം ലക്ഷ്മി ദേവിയായിട്ടും ഉണ്ടായി എന്നും രാധാറാണി വിഭുജനായ ശ്രീകൃഷ്ണനെയാണ് ഉപാസന ചെയ്യുന്നത്, ലക്ഷ്മി ചതുർബാഹുവായ വിഷ്ണുവിനെയും എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും രാസമണ്ഡലത്തിൽ വെച്ച് കൃഷ്ണന് മൂലദേവി ആദ്യമായിട്ട് ഈ മന്ത്രം ഉപദേശിച്ചു കൊടുത്താണ്. ആദ്യ മൂല്യപ്രകൃതിയായ ദേവി ശ്രീകൃഷ്ണന് വേണ്ടിയാണ് ആദ്യം ഈ രാധാമന്ത്രം ഉപദേശിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നെ വിഷ്ണു വിരാട് സ്വരൂപനും ബ്രഹ്മാവ് ധർമ്മദേവനും ധർമ്മൻ ഇത് എനിക്കും പറഞ്ഞു തന്നു എന്ന് പറയുകയാണ്. ആ മന്ത്രം ജപിക്കുന്നത് കൊണ്ടാണ് നരനാരായണന്മാരിലെ നാരായണ ഋഷി ഇല്ലേ, നരന അർജുനന്റെ ജന്മമാണ്. നാരായണ ഋഷി എന്ന് തന്നെ എല്ലാവരും പറയാൻ കാരണം ഈ രാധാമന്ത്രം ജപിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ബ്രഹ്മാദി ദേവന്മാരെല്ലാം രാധയെ സദാ ധ്യാനിക്കുന്നു. പിന്നെ രാധാർച്ചനം നടത്താതെ ആരും ഇല്ലേ, രാധയെ വിളിച്ചെങ്കിൽ മാത്രമേ കൃഷ്ണനെ കിട്ടുള്ളൂ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ. അതിനാല് ഹരിഭക്തന്മാരെ രാധാർച്ചന ചെയ്യണം. കൃഷ്ണ പ്രാണേശ്വരിയാണ് അവൾ, കൃഷ്ണൻ അവൾക്ക് അതീതനാണ് എന്ന് പറഞ്ഞ് രാസേശ്വരിയോടൊക്കെ കൃഷ്ണൻ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് രാധയെ ജപിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. രാസമണ്ഡല മധ്യസ്ഥ ഭക്താനുഗ്രഹപര ഗോപീമണ്ഡല നായിക രത്നസിംഹാസനസ്ഥ കൃഷ്ണ പ്രാണേശ്വരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 8 ദളമുള്ള യന്ത്രത്തിലൊക്കെ വാദ്യമൊക്കെ കൊടുത്ത് അല്ലെ സാളഗ്രാമത്തിലോ ഒക്കെ പൂജിക്കാം. എന്നിട്ട് ദേവിയെ പൂജിച്ചതിന് ശേഷം തുളസി മാല, പുഷ്പമാലകള്, താമരപ്പൂ ഇതൊക്കെ അർച്ചിക്കുക. അങ്ങനെ ഈ രാധാമന്ത്രത്തെ നിത്യവും 1000 ഉരു ജപിച്ചു കഴിഞ്ഞാല് രാസേശ്വരിയെ പൂജിക്കുന്നവന് വിഷ്ണു തുല്യനായിട്ട് തീർന്ന് ഗോലോകത്തില് എത്തിച്ചേരും എന്ന് പറഞ്ഞു. രാസേശ്വരിയായ ജന്മോത്സവം വൃശ്ചിക മാസത്തിലെ പൗർണമി ദിനത്തിലാണ് രാസേശ്വരിയുടെ ജന്മോത്സവം കൊണ്ടാടുന്നത്. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ രാസേശ്വരി പ്രത്യക്ഷയാകും. വൃഷഭാനുവിന്റെ പുത്രിയായിട്ട് ആണ് രാധാദേവിയുടെ ജന്മം ഒക്കെ അവിടെ സ്മരിച്ചു. അതൊക്കെ വിസ്തരിച്ച് വൃഷഭാനുവിന്റെ പുത്രിയായിട്ട് ജനിക്കാനുള്ള കാരണമൊക്കെ ആ 3 ജന്മങ്ങളെ കുറിച്ചൊക്കെ ഭാവത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. പിന്നീട് രാധാ പൂജാവിധിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ദുർഗയ സ്മൃതാഹരസി ഭീതിമശേഷജന്തോ സ്വസ്തേ സ്മൃതാമതിമതീവ ശുഭം ദദാസി ദാരിദ്ര്യ ദുഃഖഭയകാരിണി കാത്തുധന്യ സർവോപകാരകരുണായ സദാത്ര ചിത്ത. ആ ദുർഗാദേവിയെ പൂജിക്കുന്ന വിധിയൊക്കെ ഇവിടെ ചോദിച്ചു. അപ്പോ ദേവിയെ പൂജിച്ചു കഴിഞ്ഞാൽ തന്നെ സർവ വിപത്തുകളും സർവഭയങ്ങളും ഇല്ലാതാവുന്നു. ഏത് ആപത്ഘട്ടത്തിലെ ആപതി കിങ്കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ എന്ന അല്ലേ, പ്രചോദനം നമുക്കെന്നും ബുദ്ധിക്കേകുന്ന വിദ്യയെ ധ്യാനിപ്പോ സർവചൈതന്യ രൂപയാമാസ്വാദ്യേ സദാ. അങ്ങനെ ഇഹലോകത്തിലും അതുപോലെ മഹാശക്തിയായി സർവേശ്വരിയായി സർവബുദ്ധിക്കും അതിദേവതയായി എല്ലാം ഈ ദേവി തന്നെ മഹാദുഃഖം തീർക്കുന്നവളായി സർവദുഃഖനാശിനിയായി. എന്നിട്ട് ദുർഗാമന്ത്രാക്ഷരമായ ആ നവാക്ഷരം പറഞ്ഞുകൊടുത്തു. എന്നിട്ട് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ശ്രീ മൂകാംബിയായി നമ അല്ലെ. അങ്ങനെ മധുകൈടവന്മാരെ വധിക്കുവാൻ വേണ്ടി താമസഭാവ രൂപം കൊണ്ടു. അതുപോലെ മഹിഷാസുരമർദ്ദിനിയായി രാജസഭാവത്തെ കൈക്കൊണ്ടു. ശുംഭന്മാരെ വധിക്കുവാനായി അവിടുന്ന് സ്വാത്മഭാവത്തെ കൈക്കൊണ്ടു. വീണാവാണി സരസ്വതിയാണ്. ഇതെല്ലാമായിട്ട് ധ്യാനിക്കണം എന്നെല്ലാം പറഞ്ഞ് ആ സാളഗ്രാമത്തിലായാലും പ്രതിമയിലും ഒക്കെ പൂജിക്കുന്ന വിധത്തെയൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് ദേവിയെ പൂജ ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്തോത്രം ഏതാണെന്ന് ചോദിച്ചാൽ സപ്തശതി സ്തോത്രം അഥവാ ദേവീ മാഹാത്മ്യമാണ്. ദേവീ മാഹാത്മ്യത്തോളം ദേവിയെ സന്തോഷിപ്പിക്കാൻ മറ്റൊരു ഇല്ലേ, സരിത വൈശ്യന്മാരുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ആ സുമേധസ് മഹർഷി അവരെ അംബാദേവിയെ പ്രത്യക്ഷമായി കാണിച്ചു കൊടുത്ത് വൈശ്യന് ആത്മജ്ഞാനം, ഞാനെന്നും എന്റേതെന്നും ഇല്ലാത്തതായ ആ പരമമായ ജ്ഞാനത്തെയും അതുപോലെ സുരത എന്ന രാജാവിന് ആ രാജകീയമായ ഐശ്വര്യങ്ങളെല്ലാം വീണ്ടുകൊടുക്കുന്ന ആ ദേവീ മാഹാത്മ്യ ഉപാസനയിലൂടെ കിട്ടുന്ന അനുഗ്രഹം. അപ്പോ സപ്തശതി സ്തോത്രം ജപിച്ച് ദേവിയെ സന്തോഷിപ്പിക്കുക.
അതിനപ്പുറമായി ഈ 3 ലോകത്തില് ദേവിയെ സന്തോഷിപ്പിക്കാൻ മറ്റൊരു സ്തോത്രമില്ല. അതുപോലെ ദേവീഭാഗവും ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നൽകും. എന്നിട്ട് ആ ദുർഗാ പൂജന വിധിയെ കുറിച്ചൊക്കെ ദേവന്മാരും മനുക്കളോടും ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ദുർഗാസ്മൃതി അല്ലെ, ദുർഗാസ്മൃതി ഒന്ന് മാത്രമാണ് നമുക്ക് എല്ലാ ആപത്തുകളെയും തരണം ചെയ്യാൻ സാധിക്കുന്നത്. ഈ ദേവീഭാഗങ്ങൾ, ദേവിയുടെ പാതാരബിന്ദങ്ങളെ ആശ്രയിച്ചാണ് 14 മനുക്കൾ അല്ലെ, 14 മനുക്കളുണ്ട് നമുക്ക്. ആ 14 മനുക്കളും മനുക്കളായതും അതുപോലെ ദേവകളെല്ലാം പൂജ്യരായിട്ട് തീർന്നതും ഒക്കെ ഈ പഞ്ചപ്രകൃതി മൂലപ്രകൃതിയായ ആ പരാശക്തി ജഗദംബികയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഇത് കേട്ടാൽ മനുഷ്യന് പുരുഷാർത്ഥങ്ങൾ നേടും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം വിദ്യ വിദ്യാർത്ഥികള് ഈ ദേവീ മഹാത്മ്യത്തിലെ ഒരധ്യായമെങ്കിലും നിത്യം പാരായണം ചെയ്യുക. അതുപോലെ പുത്രന്മാരില്ലാത്തവർക്ക് പുത്രനെ ലഭിക്കുവാനും എന്താഗ്രഹിക്കുന്നു അതെല്ലാം ദേവി അനുഗ്രഹിക്കുന്നു. കുമാരി, ബ്രഹ്മചാരി തുടങ്ങിയതായ ഭാവത്തില് ദേവിയെ പൂജിക്കാം. അതുപോലെ യാദേവി സർവകാര്യേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ നമോ നമഃ. യാദേവി ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ നമോ നമഃ. യാദേവി ക്ഷമാരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ നമോ നമഃ. ഇങ്ങനെ എല്ലാവർക്കും പൂജിതയായി തീർന്ന ആ ദേവി നമ്മള് നിത്യവും ഉപാസന ചെയ്ത ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കാത്തതായിട്ട് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാരായണ ഋഷി ഈ ഉപാഖ്യാനം നാരദന് പറഞ്ഞു കൊടുത്തു. പിന്നെ മനുസ്തുതിയൊക്കെയാണ് 10ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. മഹാലക്ഷ്മിയെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി സമർപ്പിക്കാം. മഹാലക്ഷ്മി അഷ്ടക സ്തോത്രം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, എങ്കിലും മഹാലക്ഷ്മി ഉപാഖ്യാനം ഒക്കെ പറഞ്ഞതുകൊണ്ട് അതൊന്ന് സ്മരിക്കാം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി മുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മ മഹാരുദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ചികിത്സിതേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മി അഷ്ടക സ്തോത്രം എമ്പടേൽ ഭക്തിമാന്നര സർവസിദ്ധിമാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ഏകകാലേ പടേ നിത്യം മഹാഭാവവിനാശനം ദ്വികാലം യപ്പടേ നിത്യം ധന്ധാന്യസമന്വിത ത്രികാലം യപ്പടേ നിത്യം മഹാശത്രുവിനാശനം. മഹാലക്ഷ്മീർഭവേ നിത്യം പ്രസന്നവരദാ ശുഭ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈ വൈശാഖ മാസകാലത്ത് ആണ് ഭാഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നെന്ന് ഭാഗവതത്തിൽ കാണാം. അതുപോലെ വൈശാഖ കാലത്ത് ആണ് പാലാഴി മഥനം നടന്നത്. ദേവന്മാർക്ക് അമൃത് ലഭിച്ചത് ആ ത്രയോദശി ദിവസമാണ്. അതിനുശേഷം ചതുർദശിക്ക് അവരത് ഭക്ഷിച്ചു എന്നൊക്കെ പറയുന്നു. ഏതായാലും വൈശാഖ മഹാകാലത്ത് ഈ പ്രഭാഷണ പരമ്പരയില് പാലാഴി മഥനം ഒക്കെ സ്മരിക്കാനായിട്ട് അവസരം തന്നു. ഈ ദേവീ ഭാഗവതം നമുക്ക് ഒന്ന് മനനം ചെയ്യാനുള്ള അവസരം ഒരുക്കി തന്ന ഇതിന്റെ സുഹൃതികളായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ പൂക്കളായി അർപ്പിച്ചുകൊണ്ട് വാണീനിൻ കൃപ കാണി വേണമതിനായി വേണാംഗബിംബാനനെ വീണേൻ തൊൽപദ പങ്കജത്തിലടിയൻ വാണി മനോഹാരിണി വാണി നിർജിത വേണുഗാനമധുരേ വാണി ഗുണം നൽകുവാൻ വാണിയിടേണമതിനു നിന്നടിയിൽ ഞാൻ സർവത്ര ദേവി നാമസങ്കീർത്തനം. ദേവി ശരണം. സജി നമസ്കാരം. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. 10 അധ്യായങ്ങള് വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തില് ഇതിന്റെ പ്രാധാന്യം
ശരിക്കും മനസ്സിലാക്കി തന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ ഉഷാജി നമുക്ക് പറഞ്ഞു തന്നു. അപ്പോ നമസ്കാരം. 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 ഭംഗിയായി. രാധേ കൃഷ്ണ. രാധേ കൃഷ്ണ. രാധേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലെടുത്തി 2 വാക്ക്. പറയും. ഈ വൈശാഖ മാസക്കാലത്തെ 30 ദിവസത്തെ പാരായണത്തിന് 5 ദിവസം അന്തർജന സഭ വളരെ ഭംഗിയായി തന്നെ നേതൃത്വം കൊടുത്തു. അതിനുള്ള സന്തോഷം അഖില കേരള തന്ത്ര സമാജം ഉത്തരമേഖലയുടെ സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം 2-3 കാര്യങ്ങളും കൂടി നിർദ്ദേശിക്കുകയാണ്. നമ്മൾ ഈ പൂജാപഠനം പഠിതാക്കളുടെ നേതൃത്വത്തിൽ ജൂൺ 13-ന് എല്ലാ പഠിതാക്കളും, ലോകത്താകമാനം ഉള്ള എല്ലാ പഠിതാക്കളും ജൂൺ 13-ന് കാലത്ത് വൃക്ഷത്തൈ നടുന്നുണ്ട്. അപ്പോൾ അന്തർജന സഭയുടെ ഭാഗത്തു നിന്നും അതിനുള്ള പിന്തുണ ഉണ്ടാകണം. എല്ലാവരും ജൂൺ 13-നകം, പറ്റുമെങ്കിൽ വൈശാഖകാലാണ് 7-ാം തീയതിക്കുള്ളിലോ എന്തായാലും പരമാവധി 13-ാം തീയതി രാവിലെയെങ്കിലും ഒരു വൃക്ഷത്തൈ ഈ നമ്മൾ നടത്തിയ ഈ വൈശാഖ മാസക്കാലത്തെ സത്സംഗത്തിന് ഓർമ്മയ്ക്കായി ഒരു വൃക്ഷത്തൈകൾ നടുക. അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. പിന്നെ 1-2 കാര്യങ്ങളും കൂടി. നമ്മുടെ അന്തർജന സഭയുടെ പുസ്തകം പരമാവധി നമുക്ക് ഈ സെപ്റ്റംബർ 28-ന് നമ്മുടെ ഈ കൂട്ടായ്മയുടെ സംഗമം നടക്കുകയാണ്. ആ സമയത്തെങ്കിലും നമുക്കത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കണം. അതിനുള്ള കർമ്മ പദ്ധതികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഡിസംബർ മാസത്തിലോ, നമ്മുടെ ഡിസംബർ മാസത്തിലാണ് എല്ലായ്പ്പോഴും നമ്മുടെ സംഗമം നടത്താറുള്ളത്. അതിനുള്ള സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. ഡിസംബർ മാസത്തിലോ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിലോ നമുക്ക് നമ്മുടെ ഈ സത്സംഗ വേദിയിൽ എത്തിയിട്ടുള്ള എല്ലാ മഹാപണ്ഡിതന്മാരെയും ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും ഒക്കെ നേരിട്ട് കണ്ട് അവരുമായി സംവദിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഡിസംബർ മാസത്തിലോ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിലോ ഒരുക്കേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, സെപ്റ്റംബർ 28-ന് നടക്കുന്ന, ഇനി നമ്മുടെ ഈ പ്രവൃത്തി പദത്തില് പ്രധാനപ്പെട്ടത് സെപ്റ്റംബർ 28-ന് നടക്കുന്ന പൂജാപഠനം പഠിതാക്കളുടെ സംഗമവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പരീക്ഷയുമാണ്. അതിലും അന്തർജന സഭയുടെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ഉണ്ടാകണം. അതോടൊപ്പം അതിന്റെ ഭാഗമായി ഈ പഠിതാക്കൾ തന്നെ 32 സങ്കല്പത്തിലുള്ള ധ്യാനത്തിലുള്ള ഗണപതി ഹോമാണ് അവിടെ വെച്ച് നടത്തുന്നത്. അപ്പോൾ അതില് എല്ലാ അർത്ഥത്തിലുമുള്ള അന്തർജന സഭയുടെ പിന്തുണയും അവിടെ എത്തിച്ചേരുവാനും ഉള്ള ഒരു മുൻകരുതൽ, ഒരു മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അന്തർജന സഭയിലുള്ള പാട്ടുകാരായിട്ട് നന്നായിട്ട് പാട്ടുപാടുന്ന കുറെ പേരുണ്ട്. അവർക്ക് സാധിക്കുമെങ്കിൽ ഈ 32 ധ്യാനങ്ങള് ഓരോരുത്തർ ഓരോ ധ്യാനമായിട്ട് വളരെ ഭംഗിയായി ചൊല്ലി നമുക്ക് അയച്ചു തരികയാണെങ്കിൽ സന്തോഷമായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഈ 5 ദിവസങ്ങൾ അന്തർജന സഭ പങ്കാളിത്തം കൊണ്ടും എല്ലാ അർത്ഥത്തിലും വളരെ ഭംഗിയായി നടത്തിയ ഈ ചുമതല നിർവഹണത്തില് തന്ത്രിസമാജം ഉത്തരമേഖലയുടെ സന്തോഷം രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീരാമന്റെ വാക്കുകൾക്ക് ഒരുപാട് സന്തോഷം, നന്ദി. പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരു ചർച്ചാ വിഷയമാക്കി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു തരികയാണ്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമുക്ക് നമ്മുടെ അന്തർജന സഭയിലെ കഴിവുള്ള എല്ലാവരും രംഗത്ത് വന്ന് നമുക്ക് ഇതിനെ നല്ലൊരു പ്രവർത്തനമാക്കി മാറ്റാൻ എല്ലാവരും ഉത്സാഹിച്ചാൽ സാധിക്കും എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. നമുക്ക് ഇപ്പോൾ ശ്രീരാമൻ പറഞ്ഞത് എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അപ്പം നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണം. അതുപോലെ ജൂൺ 13-ാം തീയതി വൃക്ഷത്തൈ നടുന്ന കാര്യവും എല്ലാവരും ശ്രദ്ധിച്ച് ഒരു തയ്യെങ്കിലും നടാൻ നോക്കുകയും
അത് ഒരു പിന്നെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടാനും ശ്രമിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ കർത്തവ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തൃപ്പൂണിത്തുറ നമ്മുടെ അന്യോന്യം കുടുംബാംഗം തന്നെ ആയ നമ്മുടെ അന്തർജന സഭയിലെ എല്ലാമായ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പിന്നെ നമ്മുടെ അന്യോന്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ എല്ലാം കൊണ്ടും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ എൻ്റെ സ്വന്തം സഹോദരി ശ്രീകലയെ സ്നേഹത്തോടെ കൃതജ്ഞത അർപ്പിക്കുവാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ ഘടകത്തിന്റെ ഒരു വൈശാഖ മാസ ആചരണത്തോടനുബന്ധിച്ച് മെയ് 9 ആരംഭിച്ചിരിക്കുന്ന ഈ ദേവി ഭാഗവത പ്രഭാഷണം ഒരു 5 ദിവസമായിട്ട് നമ്മൾ അന്തർജന സഭയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഇപ്പൊ ശ്രീരാമേട്ടൻ പറഞ്ഞപ്പോ ഏറെ സന്തോഷം തോന്നി. കാരണം പലർക്കും ഇതിൽ ചേരാൻ പറ്റിയില്ലെങ്കിൽ പോലും പറ്റാവുന്നവരെല്ലാവരും വളരെ ഭംഗിയായി നമുക്ക് മനസ്സിലാക്കി തന്നു എന്നുള്ളതും സന്തോഷം തന്നെയാണ്. അതില് ഈ പ്രഭാഷണ പരമ്പരയില് ഇന്ന് നമ്മളൊരു അന്തർജന സഭയുടെ പ്രഭാഷണ പരമ്പര ഇവിടെ ഇന്ന് ഉപസംഹരിക്കുകയാണ്. അതില് എനിക്ക് തന്നിരിക്കുന്ന ചുമതല ഒരു നന്ദി പ്രകാശനാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ കുട്ടികള് നല്ല അക്ഷരസ്ഫുടതയോട് ഭംഗിയായിട്ട് ഈശ്വര പ്രാർത്ഥന നടത്തിയ വടക്കും ഭാഗത്തെ കുട്ടികളായിട്ടുള്ള കുമാരി ദേവി, ഭദ്ര എന്നിവർക്ക് അന്തർജന സഭയുടെയും അഖില കേരള തന്ത്രി സമാജത്തിന്റെയും അന്തർജന സഭയുടെ പേരിൽ അതുപോലെ സ്വാഗതം ആശംസിച്ച ശ്രീമതി ശ്രീലത നടുവിൽപ്പാറ, ശ്രീലതയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് തന്നെ സ്വാഗതം ആശംസിച്ചു. സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ശ്രീലത അഖില കേരള തന്ത്രി സമാജം അന്തർജന സഭയുടെയും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ വിശിഷ്ട അതിഥിക്ക് ആദ്യം നമസ്കാരം പറയണു. ഉഷാ നമ്പൂതിരി ശ്രീമദ് ഭാഗവതത്തിന്റെ ആചാര്യാണെങ്കിലും ദേവി ഭാഗവതവും വളരെ ഭംഗിയായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു. അത് ഒരു ഹൃദയാനന്ദം തന്നെയാണ്. അതുപോലെ പല വൈജ്ഞാനിക മേഖലകളും ദേവി ഭാഗവതത്തിന് തന്നെ അവസാനമില്ലാത്ത എത്ര കേട്ടാലും മതിയാവില്ല. ഉഷായിടത്തിയുടെ ഇനിയും പല പ്രഭാഷണങ്ങളും നമ്മൾക്ക് കിട്ടാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് ഈ വേദിയിൽ നമ്മളെ അനുഗ്രഹിച്ച ധന്യമാക്കി തീർത്ത ഉഷായിടത്തിക്ക് പ്രത്യേക നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ ഘടകം അന്തർജന സമാജത്തിന്റെ പ്രത്യേക നമസ്കാരം. പിന്നെ വത്സലയിടത്തേക്ക് ഒരു നന്ദി പ്രകടനം നടത്തി അത് ശരിയാവും തോന്നില്ല. ഇപ്പൊ സഹോദരി എന്ന് പറഞ്ഞാൽ നന്ദി പറയാൻ പാടില്ല. പക്ഷെ ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി. കാരണം ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതൊരു കെമിസ്ട്രിയാണ് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞത്. ഞങ്ങളുടെ രസതന്ത്രം അങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും പരസ്പരം പറഞ്ഞ് അത് നടത്താനും പറ്റേണ്ട അതൊരു ഭാഗ്യം. വത്സലത്തിയോട് പ്രത്യേകം നന്ദി. അതുപോലെ അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ ഘടകത്തിന്റെയും അന്തർജന സഭയുടെയും നെടുത്തോടായ ശ്രീരാമനോട് നന്ദി പറഞ്ഞാലൊന്നും നന്ദി പറയാനും പറ്റില്ല. അത്രയും വളരെ ഒരു എന്താ പറയാ, വളരെ ശ്രമങ്ങളോടെയാണ്. ഇന്നലെ ഡോക്ടർ വാസുദേവൻ നമ്പൂരി പറഞ്ഞു, ഒരു മാസം ഈ ഒരു പ്രഭാഷണ പരമ്പര ചെയ്യണമെങ്കിൽ അതിന്റെ ശ്രമം വളരെ വലുതാണ്. ശ്രീരാമേട്ടനോട് പ്രത്യേകം നന്ദി പറയണം. അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന അഖില കേരള തന്ത്രി സമാജ കുടുംബാംഗങ്ങൾ, അതിന്റെ പോഷണ ഘടകങ്ങൾ ഉണ്ടാവും പലരും, എല്ലാവരും ആ കുടുംബാംഗങ്ങൾ, അന്തർജന സഭയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അഖില കേരള തന്ത്രി സമാജത്തിന്റെ ഉത്തരമേഖലാ ഘടകത്തിന്റെയും അന്തർജന സഭയുടെയും എന്റെയും പേരിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തും. ഒരു കാര്യം കൂടി ശ്രീരാമേട്ടന്റെ പ്രത്യേക, ഇതെന്റെ ഒരു പേഴ്സണൽ, എന്റെ വ്യക്തിപരമായ കാര്യമാണ്. കാരണം ഈ വൈശാഖ മാസത്തില് ഈ കിളിപ്പാട്ട് പാരായണം ചെയ്യാൻ ഒരു ഭാഗ്യം സാധിച്ചതിന്റെ ഒരൊറ്റ കാരണം ശ്രീരാമേട്ടൻ മാത്രമാണ്. കാരണം ഈ നാട്ടിലൊക്കെ ഞങ്ങൾ വൈശാഖ മാസ ആചരണങ്ങളൊക്കെ ഉണ്ട്. ദാനങ്ങള്, ഫല ദ്രവ്യ ദാനങ്ങൾ കൊടുക്കുക, അക്ഷതൃതീയക്ക് ചെയ്യുക എല്ലാം. പക്ഷെ ഞാൻ പല കുടുംബങ്ങളിലും പല തരത്തിലെ കുടുംബങ്ങളിലും അന്വേഷിച്ചപ്പോഴും ഇങ്ങനെ ഒരു കിളിപ്പാട്ട് പാരായണം ചെയ്യാന്നുള്ളത് അത് ശ്രീരാമേട്ടൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, മുത്തശ്ശി പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണെന്ന്.
അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ ഒരു അവസരം തന്ന ശ്രീരാമേട്ടന് പ്രത്യേകം നന്ദി പറയണു. എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിൽ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അതുപോലെ ശ്രീരാമേട്ടന്റെ വൃക്ഷ തൈ നടലുകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഉണ്ടാവും. നന്ദി, നമസ്കാരം. ഈ സെപ്റ്റംബർ 28-നുള്ളത് എവിടെ വെച്ചാണ് ശ്രീരാം? കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട്. സംഘനാരായണ റെക്കോർഡ് ഓപ്ഷൻ ഓഫ് ചെയ്തോളൂ. സംഘനാരായണ